ആദ് സമുദായവും കളവാക്കി. ഫിറഔനും വഇഖ്വാനു ലൂത്ത്, ലൂത്തിന്റെ ജനതയും ലൂത്തിന്റെ സഹോദരന്മാരും. വഅസ്ഹാബുൽ ഐക്കത്തി, ഐക്കത്തിന്റെ ആൾക്കാരും. വഖൗമു തുബ്ബ, തുബ്ബഇന്റെ സമുദായം. കുല്ലുൻ കസ്സബ റുസ്ല ഫഹഖ വഈദ്, കുല്ലുൻ കസ്സബ റുസ്ല, ഇവരെല്ലാവരും പ്രവാചകന്മാരെ വ്യാജമാക്കി. ഫഹഖ വഈദ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ താക്കീത് യാഥാർത്ഥ്യമായി. കസ്സബത് ഖബ്ലഹും ഖൗമു നൂഹ്, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത ആ പ്രവാചകനെ, ഇവർക്ക് മുമ്പുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ മക്ക മുശ്രിക്കീങ്ങൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെയും മരണാനന്തര ജീവിതത്തിനെയും ഒന്നും വിശ്വസിക്കാതെ വന്നപ്പം അല്ലാഹു തആല കാര്യങ്ങൾ പറയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തപ്പോൾ, തങ്ങൾ ദഅവത്ത് ചെയ്തപ്പോൾ തങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ജനങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയാണ്, കസ്സബത് ഖൗമു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അദ്ദേഹത്തിനെ ഇതിനു മുമ്പ് വ്യാജമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദഅവത്ത് ചെയ്യുന്ന ആളുകളെ കളിയാക്കുക, പരിഹസിക്കുക, അവരെ കുറ്റം പറയുക, അവരെ കുറവുകൾ അന്വേഷിച്ച് കണ്ടെത്തുക, അത് പറഞ്ഞ് പരത്തുക, ഇതൊന്നും എന്തല്ല ഒരു പുതിയ കാര്യമാണെന്ന് ആരും വിചാരിക്കണ്ട. ആരാ പണിക്കിറങ്ങുണ്ടോ അതെന്തായാലും ഇതൊക്കെ അനുഭവിക്കാൻ ധൈര്യമുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഇറങ്ങിയാ മതി എന്നർത്ഥം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നീ നിസ്കാരം കൃത്യമായി നിലനിർത്തണം. യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ്, നന്മയായ കാര്യങ്ങളെ കൽപ്പിക്കുക. വൻഹാ അനിൽ മുൻകർ, തിന്മയായ കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുക. വസ്ബിർ അലാ മാ അസാബക്, അതിന്റെ മേൽ വരുന്ന പ്രയാസങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് നിശ്ചയദാർഢ്യമുള്ള ആൾക്ക് മാത്രമേ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക, ആൾക്കാരോട് ഗുണദോഷിക്കുക, ആൾക്കാരോട് നല്ല കാര്യങ്ങൾ പറയുക, ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ആളുകൾ പറയാത്തതിന്റെ കാരണവും അതന്നെയാണ്. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആൾക്കാർക്ക് നമ്മളെ പറ്റൂല, ഇല്ലേ നമ്മളെ മേത്തേക്ക് കയറും. ആൾക്കാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. വെറുതെ അമ്മമാരോട് പറഞ്ഞാൽ മേത്തേക്ക് കയറും എന്നൊക്കെ പറയും. ഭൈ, ഇതിന്റെ രീതിയാണ്. ദാവത്ത് നടക്കണമെങ്കിൽ ഈ ത്യാഗത്തിന് മനുഷ്യർ തയ്യാറാവും. കാരണം ത്യാഗമില്ലാതെ ദാവത്തില്ല, ത്യാഗമില്ലാതെ ദാവത്തില്ല. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്, ഏറ്റവും ഉയർന്ന ക്വാളിറ്റി. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം ആ നുബുവത്ത് കിട്ടുമ്പോൾ നബിയാകുന്ന ആൾക്കാരല്ല. അവരെ പൈതായിഷ്, അവരുടെ ജന്മം തന്നെ അല്ലാഹു തആല നുബുവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. നുബുവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. ജനിക്കുമ്പോൾ തന്നെ അവർ നബിയായിട്ടാണ് പടച്ചവനെ അങ്ങനെ കൊണ്ടുവരുന്നത്. നുബുവത്ത് കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നൽകി. അതേമാതിരി ഓരോ പ്രവാചകന്മാർക്കും അവരുടെ ഒരു പക്വതി പാകതിയും എത്തുന്ന അവസ്ഥത്തും എല്ലാവർക്കും കൊടുത്തു. പക്ഷെ അവരെ ആ അവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. നബിതങ്ങൾ സാധനങ്ങൾ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ സാധനങ്ങൾ ജീവിതത്തിൽ ഒരു വിഗ്രഹത്തിനെ ആരാധിച്ചിട്ടില്ല. നബിതങ്ങൾ സാധനങ്ങൾ ഒരു തുള്ളി മദ്യം കുടിച്ചിട്ടേ ഇല്ല, ഒരു കളവ് പറഞ്ഞിട്ടില്ല. മക്കയിൽ ജീവിച്ചിട്ട് ഇങ്ങനെ ആരാ ജീവിക്കുക? നിങ്ങൾ പറയും. മലപ്പുറത്ത് ജീവിച്ചിട്ട് ചായ പിടിച്ചില്ല പറഞ്ഞാല് ചായയൊക്കെ വേണ്ടാന്ന് വെച്ചത് കുടിച്ചതിന് ശേഷം ആണല്ലേ? ചില ആൾക്കാരുണ്ടാവും ഞങ്ങൾ ചായ പിടിക്കില്ല അറിയും, എന്നാലും കുടിച്ചിട്ടുണ്ടാവും. കാരണം ചായ ആമായ സാധനമാണ്. വല്യാപ്പെങ്കിലും സ്പൂണിൽ എന്താക്കി കൊടുക്കും? വൈകുന്നേരം ചായ പിടിക്കുന്ന എത്തിച്ച് വേറെ കുട്ടി വന്നാല് വല്യാപ്പാരെന്താക്കി കൊടുക്കും? പറയും ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് വെച്ചുകൊടുക്കൂലേ? അതുപോലും വെച്ചുകൊടുത്തിട്ടില്ല. ആർക്ക്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്തുകൊണ്ടില്ല? കാരണം നബിതങ്ങൾ സാധനങ്ങളെ നബിയാക്കാൻ വേണ്ടി ആര് കൊണ്ടുവരികയാണ്? അള്ളാഹു കൊണ്ടുവരികയാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചിട്ട് നബിയാക്കല്ല. അതുകൊണ്ട് അത്ര ക്വാളിറ്റി ഇല്ലേ? അവര് സാദിഖുൽ അമീൻ, അവര് വിശ്വസ്തർ എന്നൊക്കെ പറഞ്ഞ ഈ ആൾക്കാർ, ഈ പ്രവാചകന്മാരെ ആൾക്കാർ കളിയാക്കി. അതുകൊണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട്, അങ്ങേ ആൾക്കാർ കളിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പണി നിർത്താൻ പറ്റൂല. കാരണം കസ്സബത് ഖബ്ലഹും ഖൗമു നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തിനെ ഇവർക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങാൻ ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻസിർ ഖൗമക എന്ന് പറഞ്ഞ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ വഹി ഇങ്ങനെ തുടങ്ങാൻ.
അവിടെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് അലൈഹി സ്വലാമിന്റെ ജനത. നമുക്കെല്ലാവർക്കും അറിയാം ഖുർആൻ ശരീഫിൽ ഇത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവാണ്. ഒരു വരിയിലല്ല കുറെ കാര്യം പറയാൻ. സത്യത്തിൽ ഇതിന്റെ ഒക്കെ സംഭവങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഒരു അധ്യായം തന്നെ ഉണ്ട് സൂറത്ത് നൂഹ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചൂല്ലേ? പഠിച്ചോ? നൂഹ് സൂറത്ത് അള്ളാഹു വ്യക്തമായിട്ട് അള്ളാഹു തആല പറയണേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ദഅവത്ത് ചെയ്ത സന്ദർഭത്തിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ രാവും പകലും അവർക്ക് ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ അവരെ വിളിക്കുമ്പൊക്കെ അവർ ഓടുകയാണ്, അകന്നു പോവാണ്, കാണുമ്പോൾ മാറുകയാണ്. ഇത് ഈ മാറലൊന്നും നിന്നുള്ളതല്ല വഴി. ആൾക്കാർ ഗസ്റ്റ് ഇറങ്ങിയ ആൾക്കാരെ എവിടെങ്കിലൊക്കെ പോയി ഇറങ്ങുമ്പോഴത്തേനും ആൾക്കാർ ഓടിപ്പോവാന്ന് പറഞ്ഞത് ഇന്നുള്ള കാലമല്ല, മുമ്പേ ഉള്ളതാണ്. നൂഹ് നബിയല്ല ഈ പറയുന്നത്. ഏത് കാലമുള്ളതാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇനി മുമ്പുള്ള ആളാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ആദം അലൈഹി ഇസ്ലാം, ഈസ അലൈഹി ഇസ്ലാം, പിന്നെ അതിന് ശേഷം വന്ന ഇദ്രീസ് അലൈഹി ഇസ്ലാമിനൊക്കെ ശേഷം വരുന്ന ആളാണ് ആര്? നൂഹ് അലൈഹി ഇസ്ലാം. ആ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കഥ അദ്ദേഹം പറയാണ്. അദ്ദേഹം 950 കൊല്ലം ദഅവത്ത് ചെയ്തിട്ടുണ്ട്. 900 നമുക്ക് ആകെയുള്ള ആയുധത്തിലാണ് പോയി 50-60 ആണുള്ളത്. ഇത് 950 കൊല്ലം ദഅവത്ത് ചെയ്തെന്ന് ഖുർആൻ പറയണം. ഖുർആൻ പറയണം 950 കൊല്ലം ദഅവത്ത് ചെയ്തു. അപ്പൊ ഈ സമുദായം അവർ ഉപദ്രവിച്ചു, ബുദ്ധിമുട്ടാക്കി, പ്രയാസാക്കി, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി, അതിന് അടങ്ങേറുണ്ടാക്കി, ആൾക്കാർ കളിയാക്കി. ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഇൻ തസ്ഖർ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. നിങ്ങൾ ഇന്ന കളിയാക്കുകയാണെങ്കിൽ ഞങ്ങളീ കളിയാക്കും. കളിയാക്കൽ സഹിക്കാൻ പറ്റാതാവുമ്പോഴാണ് നബി അങ്ങനെ പറയുന്നത്. അങ്ങനെ പരിഹസിച്ചു, അങ്ങനെ കളിയാക്കി, ഭാര്യയും കൂടി കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു, ഭാര്യയും കൂടി കൊടുത്തു കളിയാക്കാൻ. ഭൈ നമ്മളിപ്പോ എന്തൊരു സംഗതി ചെയ്താലും നമുക്ക് സപ്പോർട്ട് നിൽക്കാൻ നമ്മളെ പെണ്ണുങ്ങളും നമ്മളെ വാപ്പിയമ്മ ഉണ്ടായാലും മനസ്സിന് കുറച്ചേരെങ്കിലും നിൽക്കല്ലോ, നിൽക്കാൻ കഴിയില്ലത്. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയാണ്, ഇതൊരു എളുപ്പമുള്ള പരിപാടിയാണെന്ന് ആരും വിചാരിക്കണ്ട, ഇതൊരു വലിയ പണിയാണ്. ഇതെന്നും ജനങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. എന്താ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാലോചിക്കേണ്ടി, വെറുതെ ഒരാൾ ദഅവത്ത് ചെയ്യും, അള്ളാഹിനെ പറ്റി പറയാൻ അയാളെ ഭയങ്കര വിമർശനിക്കും. ഒരാൾ എന്തെങ്കിലും ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദഅവത്ത് ചെയ്യാൻ, ദീനിന്റെ കാര്യം പറയാൻ, ചില ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ അതിനെന്തെങ്കിലും ഒരു 1000 രൂപ വാങ്ങി പോവുകയാണെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അയാളെ കൈയൊക്കെ മുത്തു ആൾക്കാർ. നമ്മൾ ശരിക്കും ലോജിക്കലി ചിന്തിച്ചു നോക്കി, വെറുതെ ഒരാളൊരു ദീനിന്റെ കാര്യം പറഞ്ഞു ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരിക്കും, ഞങ്ങൾക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞു തരാൻ ആകെ പ്രശ്നം. ദുനിയാവിന്റെ ആവശ്യത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഇതാണ് ദഅവത്തും അതുമായിട്ടുള്ള വ്യത്യാസം തന്നെ. മുഴുവൻ നബിമാരും പറഞ്ഞത് എന്താണ്? ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ഒരു പ്രതിഫലവും നിങ്ങളോട് എന്ത് ചെയ്യില്ല. എല്ലാ നബിമാരും, ഒരു നബി പറഞ്ഞ വാക്കല്ല, നബിമാരുടെ ദഅവത്ത് ഇങ്ങനെ പറഞ്ഞുകൊടുത്തൊക്കെ അല്ലാഹു തആല പറയാണ്, ഇതാ നബിമാർ ആരും അള്ളാഹിനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ ആരെയും ഒന്നും എന്ത് ചെയ്തിട്ടില്ല. ദഅവത്തിന്റെ ഉസൂൽ ആണിത്. ഉസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഉറക്കത്തിന്റെ ഉസൂല്, പിന്നെ ഭക്ഷണത്തിന്റെ ഉസൂൽ എന്നൊക്കെ പറയാം. അത് ഭക്ഷണത്തിന്റെ ഉസൂലും ഇതൊന്നുമില്ല, അതിനൊക്കെ ആദാബുകളാണ്, അത് മര്യാദയാണ്, ഉസൂലല്ല. ഉസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെക്കാൻ പറ്റൂല. ഇത് ഒരു ഉസൂലാണ്. ഈ സാധനം, ആ ഫില്ലർ, അതില്ലെങ്കിൽ കൊഞ്ഞടി വീണു. അതേപോലെ അടിസ്ഥാനപരമായ കാര്യമാണ് ദഅവത്തിന് അതിന്റെ പേരിൽ ഒന്നും വാങ്ങാൻ പാടില്ല. ലാ അസ്അലുക്കും അലൈഹി അജ്റ. അങ്ങനെ ചെയ്തിട്ടാണ് ഈ പ്രവാചകന്മാരെ ഉപദ്രവിക്കുന്നത്. ഈ പ്രവാചകൻ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ടല്ലോ, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അലൈഹി അജ്റ, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അലൈഹി അജ്റ വഹും മുഹ്തദൂൻ. അവർ മുഹ്തദീങ്ങളാണ്, അവർ ഹിദായത്ത് കിട്ടിയവരാണെന്നുള്ളതിന്റെ തെളിവെന്നെ എന്താ അറിയോ? ഓര് നിങ്ങളോടൊന്നും ആവശ്യപ്പെടില്ലല്ലോ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങൾ ഒരു പ്രതിഫലം ചോദിക്കാത്ത ആൾക്കാരല്ല അവര്. നിങ്ങൾ പിൻപറ്റിക്കോളി.
മനസ്സിലായില്ലേ? പ്രവാചകന്മാരുടെ ഈ പണിയില്ലേ. പക്ഷെ അവർ ഈ ആൾക്കാർ പറഞ്ഞ് നാട്ടിൽ പരിപാടിയൊക്കെ തുടങ്ങി. എവിടെ നബിമാരുടെ സംഭവം പറഞ്ഞാലും ഖുർആൻ ഈ കാര്യം പറയില്ല. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ മഖ്ലൂഖാണ്, ഏറ്റവും ഉയർന്ന ക്വാളിറ്റി ഉള്ള ആളാണ്. നമ്മൾ ഒറ്റയ്ക്ക് ആലോചിച്ചു, ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മളൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അയാളുടെ കോലും അയാളുടെ രീതിയും അയാളുടെ പെരുമാറ്റവും അയാളുടെ സ്വഭാവത്തിന്റെ പേര് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്താക്കും, നമ്മൾ സമ്മതിച്ചു കൊടുക്കും. നമ്മൾ ഒരു മാന്യനായ ഒരാൾ പറയില്ലേ, നബിതങ്ങൾ സാധനങ്ങളെ കണ്ടാൽ ആരാണ് തങ്ങളെ നേർക്ക് മെനക്കെടാൻ അത്ര സൗന്ദര്യമുള്ള ആളല്ലേ, അത്ര സൗന്ദര്യമുള്ള ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ആൾക്കാർ ചുക്കുക. അങ്ങനെ നടക്കുക ആലോചിച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാവും ചില ബാത്റൂമിൽ ചെരുപ്പിട്ട് കയറാൻ പോയി. ഇവിടെ ചെരുപ്പിടലുണ്ടോന്നൊക്കെ തോന്നും നമുക്ക്. ഏത് ചില സ്ഥലത്തെത്തിയാല് നമ്മളിവിടെ ഇങ്ങനെ ചെരുപ്പിടലുണ്ടോ അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. കാരണം അത്ര നീറ്റാക്കി ടൈലൊക്കെ തുടച്ചിട്ടുണ്ടാവും. സത്യത്തിൽ അവിടെ ചെരുപ്പിട്ട് പോണ സ്ഥലമായിരിക്കും. അത്ര പ്രകാശിക്കുന്ന മുകളിലെ നിർദ്ദംഗ സാഹചര്യങ്ങളെ മുഖത്തേക്ക് ആൾക്കാർ തുപ്പി. ആക്രമിച്ചതിന്റെ പേരിലല്ല, വേറൊന്നും ചെയ്തതിന്റെ പേരിലല്ല, അള്ളാഹിനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ. നമ്മൾ അവിടുന്നാണ് പഠിക്കേണ്ടത്. തങ്ങളോട് ഒരാൾക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ലെങ്കിൽ തങ്ങളുടെ വിയർപ്പിന്റെ സുഗന്ധം എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. മുസ്ലിമിനൊന്നില്ല. അത്ര പ്രകാശമുള്ള ആളാണ് നിർദ്ദംഗ, അത്ര സുഗന്ധമുള്ള ആളാണ് നിർദ്ദംഗ സാധനം. തങ്ങളുടെ സംസാരമാണ് അത്ര വൃത്തിയുള്ള സംസാരം, മാന്യമായ പെരുമാറ്റം. എന്നിട്ടും ആൾക്കാർ ഉപദ്രവിച്ചതിന്റെ കാരണം ഇതാണ്. ദഅവത്ത് എന്തായാലും പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാണ്, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് ജനതയുടെ നൂഹ് അലൈഹിസ്സലാമിനെ എന്താക്കിയിട്ടുണ്ട്, വ്യാജമാക്കി. പിന്നെ അസ്ഹാബുർ റസ്സിന്റെ ആൾക്കാർ, റസ്സിന്റെ ആൾക്കാർ അറിയില്ല. റസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ പടുക്കാത്ത കിണറിനാണ് പറയുന്നത്. ഇങ്ങനെ മണ്ണ് മാതിരിണ്ടാണ് പഴയ കിണറിലല്ലോ, പടുക്കൊന്നും ചെയ്യാത്ത ആൾമറൊന്നുമില്ലാത്ത ഒരിങ്ങനെ ഭൂമിന്റെ പ്രതലത്തിൽ ഉണ്ടാകുന്ന കിണറിനാണ് അറബിയിൽ റസ് എന്ന് പറയുന്നത്. അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞാൽ കിണറിന്റെ ആൾക്കാർ എന്നാണ്. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, സാലിഹ് അലൈഹിസ്സലാമിന്റെ ജനത ഏതാണ്? സമൂദ് ഗോത്രമാണ്. അത് തൊട്ടടുത്ത് വരുന്നുണ്ട്. അസ്ഹാബുർ റസ്സി വ സമൂദ് എന്നാണ് പറഞ്ഞത്. സമൂദ് ഗോത്രക്കാർക്കിലേക്കാണ് സാലിഹ് അലൈഹിസ്സലാമിനെ അയച്ചത്. സാലിഹ് അലൈഹിസ്സലാമിനെ ആൾക്കാർ ആകെ പ്രശ്നം ഉണ്ടാക്കി. എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? സാലിഹ് അലൈഹിസ്സലാമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉലുമാലുണ്ടാക്കി ആകെ അവസാനം ഒരു ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താ പറഞ്ഞാൽ, ഈ കാണുന്ന പാറന്റെ ഉള്ളിൽ നിന്ന് ഗർഭിണിയായ ഒട്ടകം വരികയും പ്രസവിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ഏൽക്കാന്ന് പറഞ്ഞു. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. ഒരു ജനത ഹിദായത്തിലാവാൻ വേണ്ടിയിട്ടല്ലേ, അവിടെ പൈസ ഉണ്ടാക്കാനും വകുപ്പുണ്ടാക്കാനും അല്ല. ഇത് പിന്നീട് അത് ഒരു പൈസന്റെ കേന്ദ്രമാക്കാനല്ല, ഒരു കൗമിന്റെ ഹിദായത്തിന് വേണ്ടിയിട്ട് അയാളോട് ചോദിച്ചു. അല്ലാഹു തആല ഗർഭിണിയായ ഒട്ടകത്തെ കൊണ്ടുവന്നു. അത് ഇതായി, അത് വെള്ളം കുടിക്കുന്ന അതിന്റെ സംഭവമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെന്താ ചെയ്തത്? അവരെ ഒട്ടകത്തിന് അറുത്ത് കളഞ്ഞു. അതോടുകൂടി പിന്നെ അള്ളാഹുവിന്റെ അവരെ ഒട്ടകത്തിന് അവരെ ഒട്ടകത്തിന് എന്താക്കി? അറുത്ത് കളഞ്ഞു. സാലിഹ് അലൈഹിസ്സലാമിന്റെ ജനതനെ അള്ളാഹു നശിപ്പിച്ചു. സമൂദ് ഗോത്രത്തെ, ആദിനി സമൂദിനെ അള്ളാഹു നശിപ്പിച്ചു. അവർ പിരമിഡുകൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അവർക്കെന്ത് കൊടുത്തു? ഘോരമായ ശബ്ദം കൊടുത്തു. ഈ ഗുഹന്റെ ഉള്ളിക്ക് കൂവിയാല് എന്തുണ്ടാവും? ഈ ഓട്ടമ്പിന്റെ ഒക്കെ കോയലില്ലേ, ഇല്ലേ, പുക പോണേ, അതിന്റെ ഉള്ളിലൊക്കെ കയറി കൂവിയാല് ആ കൂവല് പുറത്തേക്ക് എത്തണേ കുറെ നേരം കഴിക്കും. ഇങ്ങനെ പോകും. ഈ ഗുഹയിലൊക്കെ ഉണ്ടാവും. താജ്മഹലിലെ ആൾക്കാരെ ശബ്ദം ഉണ്ടാക്കലുണ്ട്. താജ്മഹലിന്റെ ആ മക്ബറിന്റെ ആ ഭാഗത്തേക്ക് ശബ്ദം ഉണ്ടാക്കിയാൽ കുറെ നേരം ആൾക്കാർ ഇങ്ങനെ ആലക്കും. ഇതേപോലെ ഇവരെന്താ ചെയ്തത് പറഞ്ഞാൽ, സമൂദ് ഗോത്രക്കാര് ആദിനെ കാറ്റുകൊണ്ടാണ് എന്ത് ചെയ്തത്? നശിപ്പിച്ചത്. അപ്പൊ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ, കാറ്റ് വന്നാൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? പാറകൾ തുറന്നിട്ട് എന്താക്കി? അതിന്റെ ഉള്ളിൽ ഗുഹകൾ ഉണ്ടാക്കി. അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന ഒരു ആവതാവും വരില്ല എന്ന് വെച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരു ഘോര ശബ്ദം അതിലേക്ക് അടുത്തു കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞാൽ, അത് ഉള്ളിലേക്ക് വന്നിട്ട് ഭീകരമായ ശബ്ദമായി. ഡയോഫ്രാമിന് താങ്ങാൻ പറ്റാത്തത് വന്നാൽ അത് പിന്നെ അതടിച്ചു, പിന്നെ ഹാർട്ടും അടിച്ചു. ആധുനിക ടെക്നോളജി പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്നാ പറഞ്ഞത്. എന്തിനെ? ആൾക്കാരെങ്ങനെ ശബ്ദം ഉണ്ടാക്കി കൊല്ലാൻ പറ്റും. പിന്നെ വലിയ വേറെ പ്രശ്നം ഉണ്ടാവില്ല.
പക്ഷെ അങ്ങോട്ട് വന്നു, ഘോര ശബ്ദം വന്നു, ഗുഹന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാ, എല്ലാം ഫുള്ളതിന്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ചുപോയി. അതിൽ ഏകദേശം 4000-ഓളം ആൾക്കാർ, വിശ്വാസികളായ ആൾക്കാരുണ്ടായിരുന്നു. 4000-ഓളം ആൾക്കാർ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽ. അവരും കൊണ്ട് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പുറപ്പെട്ടു ഹളറമൗത്തിലേക്ക്. ഹളറമൗത്ത് കേട്ടില്ല നിങ്ങൾ? ഹളറമൗത്ത് എന്നതിന് പേര് വരാൻ തന്നെ കാരണം ഇതങ്ങ പറഞ്ഞു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്ത് ചെയ്തു? മരണം വന്നു എന്നുള്ള അർത്ഥത്തിൽ. ചില മക്കൾ അങ്ങനെ പറയില്ല ഹളറമൗത്ത് എന്ന് പറയാനുള്ള കാരണം അവിടത്തേക്ക് പോയി. അന്നത്തെ കാലത്ത് നാട് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് നോക്കിയല്ല പോലെ, കിണറ് നോക്കിയാൽ പോയി. കാരണം എന്താ? വെള്ളം ഒരു ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് മക്കയിലുള്ള യാത്രയിലൊക്കെ, മക്ക ടു മദീനയുള്ള യാത്രയിലൊക്കെ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ, അതേമാതിരി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ കിണറുകളിൽ 40 നബിമാരോളം വെള്ളം കുടിച്ച കിണറുകളൊക്കെ മക്ക ടു മദീനന്റെ റൂട്ടിലുണ്ട്. എന്നുവെച്ചാൽ വെള്ളമുള്ളടുത്ത ആൾക്കാർ വന്ന് എന്ത് ചെയ്യും? താമസിക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലിട്ടപ്പോഴും കച്ചവട സംഘം വന്നത് എവിടെയാണ്? കിണറ്റിന്റെ അടുത്താണ് വന്നത്. അവരവിടെ വന്ന് തണ്ടടിച്ചു. അവർ വെള്ളം മുക്കാൻ പോയപ്പോഴാണ് ആരെ കിട്ടിയത്. അപ്പൊ അന്നത്തെ കാലത്ത് വെള്ളം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വെള്ളത്തിന്റെ അടുത്താണ് എന്തുണ്ടാകുക? താമസങ്ങൾ ഉണ്ടാകുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടുപോയി മദിയനിലേക്ക്. അപ്പോഴും ആൾക്കാരെ കണ്ടത് എവിടെയാണ്? വെള്ളത്തിന്റെ അടുത്താണ്. അങ്ങനെ വെള്ളമുള്ളിടത്താണ് ആരുണ്ടാവുക? അന്നത്തെ ജനങ്ങൾ കൂടുതലുണ്ടാവില്ല. പഴയ കാലത്ത് നിസ്കാരപ്പള്ളികളൊക്കെ ധരിച്ചാൽ മതി. എവിടെ ഉണ്ടായാലും പാടത്തിരുമ്പത്താണ്, റോട്ടിന്റെ സൈഡിലല്ല ഉണ്ടായി. ഒരു മരം കൊണ്ട് ഇങ്ങനെ പാടത്തൊക്കെ കേട്ടിട്ടുള്ള കുറെ നിസ്കാരപ്പള്ളികൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അതൊക്കെ പിന്നീട് എന്തായിപ്പോയതാണ്? ഇല്ലാതായിപ്പോയതാണ്. ഓരോ വിറകിന്റെ ഈ ചുമടൊക്കെ കൊണ്ടുവരുന്ന ആളുകൾക്കുള്ള അത്താണിയും അതേമാതിരിയുള്ള കുറെ സാധനങ്ങളും അന്ന് ഈ പുഴ വഴി മറ്റൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന അതൊക്കെ അവിടെയൊക്കെ ഇന്ന് അങ്ങാടികളും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഇതേപോലെ ഈ കിണറുള്ള ഭാഗത്ത് അസ്ഹാബു റസ് എന്ന് പറഞ്ഞാൽ ആ കിണറിലേക്ക് ചേർത്ത് പറഞ്ഞു. റസ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പടുക്കാത്ത, സാധാ ആൾമറന്ന് കെട്ടാത്ത ഒരു കിണർ. ആ കിണറിന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ താമസിച്ചിരുന്നു. ഈ ആൾക്കാരാണ് സാലിഹ് അലൈഹി സ്വലാമിന്റെ ജനത. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി മരണപ്പെട്ടുപോയി. പിന്നീട് അവരിൽ പ്രബോധനത്തിന്റെ ആൾക്കാരെ എത്താതാവുകയും അവർ ശിർക്കിലേക്ക് എത്തുകയും ചെയ്യും. പ്രബോധനം നിന്നാൽ, ദഅവത്ത് നിന്നാൽ പിന്നെ ശിർക്ക് വരലെന്താണ്? എളുപ്പമാണ്. ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ പറഞ്ഞാല് നമുക്ക് അതിനെപ്പറ്റിയുള്ള ആലോചന ഇല്ല. സത്യത്തിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽ ഇതേമാതിരി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. കപ്പലിൽ കയറിയ ആൾക്കാർ മുഴുവൻ രക്ഷപ്പെട്ടു. ബാക്കി ഫുള്ള് തൂഫാനായി, എല്ലാവരും നശിച്ചു. പിന്നെ കപ്പൽ എന്ത് ചെയ്തു? നങ്കൂരട്ടു ജൂതി പർവ്വതത്തിൽ. എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ ലോകത്ത് ആരാ ഉള്ളത്? മൂമിനീങ്ങൾ മാത്രമുള്ളത്. അപ്പൊ പിന്നെ മോമിനിങ്ങളെ കുട്ടികളൊക്കെ ആരാവണം? മോമിനിങ്ങളാവണം. പിന്നെ എവിടുന്ന അത് വന്നത്? പിന്നെ എങ്ങനെ ശിർക്ക് വന്നത്? ദാവത്ത് നിൽക്കുമ്പം പിന്നെ ശിർക്കിന്റെ വഴികൾ വരും. അലിമിയാനി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ഖബറിന് അല്ലാഹു സ്വർഗ്ഗത്താക്കട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് ശിർക്ക് പ്രവേശിച്ചത്? അലീമിയൻ എഴുതുന്നുണ്ട്. അതിൽ ഈ ഒരു കാര്യം എഴുതുന്നുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനത, അതിന് തൊട്ട് പിന്നെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യരുണ്ടാവും എപ്പോഴും. ഇപ്പൊ നബിതങ്ങൾ സാധനങ്ങൾ കൂടെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലെ എല്ലാ നബിമാർക്കും ആരുണ്ട്? സഹാബാക്കളുണ്ട്. എന്നുവെച്ചാൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഹവാരികൾ ഇതേമാതിരി ഇങ്ങനെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കാലഘട്ടത്തിലും എന്ത് ചെയ്തു? അവരിങ്ങനെ ദീനെ കൊണ്ടുവന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ പോയി. ഇവരൊക്കെ പോയപ്പോൾ പിന്നെ ആരാധനന്റെ രീതി മാറി. ഇവരേറ്റവും ക്വാളിറ്റിയുള്ള നല്ല മനുഷ്യന്മാരായിരുന്നു. ഇവരൊക്കെ നമ്മൾ മറന്നുപോവാണ്, ഇവരെ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തുണ്ടാക്കാൻ തുടങ്ങി? സ്മാരകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സ്മാരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഓല ഓർമ്മിക്കാൻ വേണ്ടി. അപ്പൊ ഓല ഇങ്ങനെ വരകോലത്തിൽ ഉണ്ടാക്കി. പിന്നെ അത് ജലൊടിച്ചൊക്കെ പോലെ ആയപ്പോ എന്താക്കി പറഞ്ഞാൽ തീരെ പോകാത്ത കോലത്തിലുള്ള മരത്തിലും കല്ലിലൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് സത്യത്തിൽ എന്തുണ്ടായത്? നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽ ബിംബാരാധന ഉണ്ടായത്. അതുകൊണ്ടാണ് നബിതങ്ങൾ സാധനങ്ങൾ പറഞ്ഞത് എന്റെ ഖബറിനങ്ങൾ എന്താക്കരുത്, ആരാധനാലയ സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞത്. നബിമാരുടെ പഴയ അവസ്ഥ വെച്ചിട്ടാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന ആൾക്ക് വദ്, സുവാഴ്, യൗക്ക്, യവൂ എന്നൊക്കെ പറയുന്നത് ഖുർആൻ. ഇതൊക്കെ മഹാന്മാരുടെ പേരാ സത്യത്തിൽ. ആ കാലഘട്ടത്തിൽ ജീവിച്ച നല്ല ആൾക്കാരുടെ പേരാണ്. അങ്ങനെ ദാവത്ത് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്ന സാധനമാണ് ശിർക്ക്. ഈ വയലിൽ നിറച്ച് പുല്ലപ്പോ
ഈ വയലിൽ. എന്താ കാരണം? കൃഷി ഇല്ലെങ്കിൽ പിന്നെ വരുന്ന സാധനം എന്താണ്? അത് കൃഷി ഓഫീസിലൊക്കെ പോയിട്ട് പിന്നെ തൊട്ടവാടിന്റെ വിത്ത് പിന്നെ മറ്റേന്റെ വള്ളിന്റെ വിത്തൊക്കെ പാടെ വാങ്ങിക്കൊണ്ടു എറിഞ്ഞ് വളക്കൊട്ട് കൊടുക്കൊന്നും വേണ്ട. ഒരു പണി എടുക്കാതിരുന്നാ മതി. എന്ത് വന്നോളൂ? പുല്ലും മൊത്തയും സാധനമൊക്കെ വരും. ഇതേപോലെ തന്നെയാണ് ശിർക്കും. ദാവത്തിന്റെ പണി ഈമാന്റെ പറ്റവും നടന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും പറഞ്ഞാൽ ശിർക്ക് അറിയാതെ മുസ്ലിം പേരുള്ളതിനോട് കൂടെ തന്നെ ശിർക്ക് കയറിക്കൊണ്ടിരിക്കും. നമ്മളാകെ നോക്കുന്ന പേരാണ്, പേരല്ല വഴി, പേരല്ല, ശിർക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് വന്നിരും. അതുകൊണ്ട് എന്താണ് ഉണ്ടായത് പറഞ്ഞാൽ സാലിഹ് അലി ഇസ്ലാമിന്റെ ഈ 4000-ഓളം ആൾക്കാര് സാലിഹ് അലി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ആ കിണറിന്റെ ഭാഗത്ത് അവരിങ്ങനെ ജീവിച്ചു. അവരിലുണ്ടായിരുന്ന സാലിഹ്യങ്ങൾ അവരെങ്ങനെ ഉണർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും ഇസ്ലായപ്പം പിന്നെന്തായി? അവരിൽ ശിർക്കായി. പിന്നെ വന്ന പ്രവാചകന്മാരെ ഒരെന്താക്കാൻ തുടങ്ങി? എതിർക്കാൻ തുടങ്ങി. കാരണം എന്താ? ഇവരെ നേതാക്കന്മാർ ഇവരാണ്. ആരുമായി ഈ വിഗ്രഹങ്ങളെ കോലത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഓല് പുണ്യാത്മാക്കളാണെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു സംശയവുമില്ല. ഓരെ വിട്ടിട്ട് ഇവരിലേക്ക് തിരിയാൻ ഇവരെന്തായില്ല, തയ്യാറായില്ല. അതുകൊണ്ടാണ് അസ്ഹാബുർ റസ്സും എന്താക്കി? കളവാക്കി എന്ന്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ്. സമൂദും എന്താക്കി? സാലിഹ് അലൈഹി ഇസ്ലാമിനെ ആദ്യം എന്താക്കിയിട്ടുണ്ട്? കളവാക്കി. പിന്നെ ആദു സമുദായവും അവര് പ്രവാചകനെ കളവാക്കി. ആദു സമുദായത്തിന്റെ നബി ആരാ? ഹൂദ് അലൈഹി ഇസ്ലാമിനാണ്. ഹൂദ് അലൈഹി ഇസ്ലാമിനെ അവർ കളവാക്കി. ആദ് ഭയങ്കര ശക്തന്മാരായിരുന്നു. ഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ വലിയ ശക്തിയുള്ള ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അവര്. وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. ഖുർആൻ ആദ് സമുദായത്തിന്റെ മേൽ فأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام. 7 രാത്രികളും 8 പകലും ശക്തമായ കാറ്റടിച്ചിട്ടാണ് ആദ് സമുദായത്തിന് എന്താക്കിയത്? കാന്നഹും അജാദു നഖ്ലിൻ ഖാവിയ, കടപൊഴുകി വീണ ഈത്തപ്പനമരം പോലെ അങ്ങനെ കടന്നിരുന്നു. ഫാൽ തറാലഹും ബാക്കിയ, എന്തെങ്കിലും ബാക്കിയുണ്ടോ നിങ്ങൾ നോക്കിക്കോളി, ഞങ്ങളവിടുത്തെ ശക്തന്മാർ എന്ന് പറഞ്ഞത്. ലോകത്ത് എന്നും അള്ളാഹ്ക്ക് 2 തർത്തീബുണ്ട്. ഒന്ന് ഈമാന്റെ ആൾക്കാരെ പരിഗണിച്ചിട്ട് അവർക്കൊരു സത്യഹ്, ഒരളവ് നിശ്ചയിച്ചിട്ടുണ്ട്. സത്യഹ് എന്നാണ് അതിന് പറയുന്നത്, ഒരളവ്. എന്നുവെച്ചാൽ ഇത് മുട്ടുന്ന അളവ് എന്ന് വിചാരിച്ചുകൊണ്ട് ഉദാഹരണത്തിന് മുഅ്മിനീങ്ങളുടെ ഇബാദത്തും അമലുകളും ഇതോട് മുട്ടിയാൽ അവർക്ക് സഹായത്തിന്റെ വാതിൽ തുറക്കും. അതേപോലെ തന്നെ അക്രമത്തിനും അനീതിക്കും ഒരു അളവുണ്ട്. ആ അളവ് വരെ അതിനെ പൊന്താൻ അനുവദിക്കും. അത് പൊന്തി ആ അളവുമ്മ മുട്ടിയാൽ ഓൾക്ക് ശിക്ഷയും വരും. പിന്നെ വരെ ഈമാനും അമലൊന്നും അല്ലാഹു നോക്കൂല. ആ അളവിൽ അക്രമത്തിയാൽ അനുപണി വരും. അത് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ശിക്ഷയെ തടുക്കാൻ ആർക്കും കഴിയില്ല. കാറ്റ് അതിശക്തമായി വന്നു 7 രാത്രി 8 പകലും. നമുക്കറിയില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാറ്റുകൾ വന്നാൽ എന്താ സംഭവിക്കുന്നത്. ഈ കാറ്റിനടുക്കൂട്ട് ഇപ്പം ഇവിടെ നമ്മളെ വലിയ കാക്കൂന് വന്നിണല്ലോ, കാറ്റ് വന്നിട്ട് വലിയ ടെക്നോളജിയും ഭയങ്കര സെറ്റപ്പും എന്തൊക്കെ ഉണ്ട് പറഞ്ഞു. എന്തുണ്ട്? ഓരോ തീഗോളങ്ങൾ അപ്പുറത്തെ മലയ്ക്ക് വരണോ നോക്കിക്കാന്നല്ലാണ്ട് ലോകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതേമാതിരി തീപിടുത്തുണ്ടായ സഹായിക്കാനുള്ള ആൾ ഞങ്ങളാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാവും. ഓൽക്കെന്നെ സഹായിക്കാൻ ആളില്ല. കാരണം ഇത് ഒരു മനുഷ്യൻ തീപ്പൊട്ടിയുള്ളവർ കത്തിച്ചാണെങ്കിലാണെങ്കിൽ ആ കണക്കാൻ കഴിയുക. ഇത് മറ്റൊടുത്തത് വരികയാണെങ്കിൽ അക്രമം അതിന്റെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യൂല. പിന്നെ ഈമാന്റെ അയലുകാരെ അമലൊന്നും അള്ളാഹു നോക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹ്ക്ക് അതിന്റെ ഒരു തർത്തീബുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഇടപെടാൻ തുടങ്ങും. അതുകൊണ്ട് തീനൊന്നും ചെയ്യാൻ കഴിയില്ല. കാറ്റ് അതിശക്തമായിട്ടിരിക്കണം. വെള്ളം മുഴുവൻ കൊണ്ടുപോയി പറഞ്ഞിട്ട് എന്തായില്ല, തോൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരുണ്ടാക്കിയത് ആർക്കും പറയാൻ പറ്റില്ല. വെള്ളം ഉണ്ടായിട്ട് പോലും അതൊക്കെ എന്തോ നന്നാക്കാൻ വേണ്ടിട്ട് ഒഴിവാക്കിയതാണ്. അത് ഒഴിവാക്കിച്ചതാണ്. ഒഴിവാക്കിയപ്പോൾ സംഭവിച്ചാൽ അത് ഒഴിവാക്കി വേറെ പരിപാടി ഇപ്പൊ അടുത്ത ഇവിടെ പ്ലാൻ തുടങ്ങാണ്ട് പറഞ്ഞിട്ട് ഒഴിവാക്കിക്കാണ്. ആര്? അള്ളാഹു തആല അത് ഒഴിവാക്കി ഫുള്ള് ഫിനിഷ് ആയപ്പോ അവിടെ കൊടുത്തു പണി. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു ശക്തമായ കാറ്റൊന്നും ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. മന്ദമാരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞ അതേ സാധനത്തിന് തന്നെ കൊടുങ്കാറ്റ് വാക്കും. ആര്?
ഈ പഴയ കാലത്തൊക്കെ റേഡിയോ സാധാരണ അതിന്റെ മറ്റേ ആന്റിന അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് പൊന്തിച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്യൂണൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെക്കുമല്ലോ സ്റ്റേഷനൊക്കെ. അപ്പൊ മലയാളമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ചില സ്ഥലത്തേക്കൊക്കെ വെച്ചാൽ എന്താവും, സൗണ്ട് കൂടുതലൊക്കെ കിട്ടും. പഴയ കാലത്ത് അങ്ങനൊക്കെ അല്ലേ, ഒന്ന് ഇങ്ങനെ ചെരിച്ച് വെച്ചാല് അങ്ങനെ ചെരിക്കുന്ന സമയത്ത് വെറുതെ കയ്യിൽ തട്ടിയാൽ മതി ഏമേല്, ആ ചെറിയ ബട്ടന്റെ മേലിൽ. അപ്പൊ തമിഴൊക്കെ ആവും പറയും, ചിലപ്പോ ഇംഗ്ലീഷൊക്കെ പറഞ്ഞോളൂ. ഓറിജിനലും തിരിച്ചണ്ട, ആ ചെറുതായി തട്ടിയാൽ മതി, അത് തമിഴ് മാറണമായിട്ട്. അള്ളാഹു താലക്ക് ഈ മന്ദമാരുതനൊക്കെ കൊടുങ്കാറ്റാക്കാൻ വേറെ പണിയൊന്നും എടുക്കാനില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചു കൊടുത്താൽ അങ്ങോട്ട് പോവും, ആർക്കും ഒന്നും കാട്ടാൻ കഴിയില്ല. അതാണ് ആദിന് സംഭവിച്ചത്. ആദിനെ അള്ളാഹു തആല നശിപ്പിച്ചത് അവർ ഹൂദ് അലൈഹിസ്സലാമിനോട് അക്രമം ചെയ്തതിന്റെ പേരിലാണ്. ഹൂദ് അലൈഹിസ്സലാമിനോട് അക്രമം ചെയ്തു. ഫിറൗനും പ്രവാചകന്മാരെ എന്താക്കിയിട്ടുണ്ട്, മൂസാ നബിനെയും ഹാറൂൻ നബിനെയും ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സഹോദരന്മാരും, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരോട് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ജനത, അവരും ലൂത്ത് അലൈഹി ഇസ്ലാമിനെ എത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തി. ഭാര്യയും കൂട്ടത്തിൽ കൂടിക്കൊടുത്തു. ലൂത്ത് നബിന്റെ ഭാര്യയും കൂട്ടത്തിൽ കൂടിക്കൊടുത്തു. പിന്നാലെ നടക്കുന്നവൾ എന്നാണ് ഖുർആൻ ആ ഭാര്യനെ പറയുന്നത്. പിന്നാലെ നടക്കുന്ന ആൾ ഭാര്യ നടന്ന് പറയണേ, അള്ളാഹുവിന്റെ വാതിൽ ശിക്ഷ വന്നു. രാത്രിക്ക് രാത്രി പോകാൻ വേണ്ടി പറഞ്ഞു. ശരൽക്കല്ലിന്റെ മായ അള്ളാഹു അവിടെ പൊന്തിച്ചു. അങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ താഴ്ത്തി കിട്ടും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറകിന്റെ ചെറിയ തുമ്പുകൊണ്ട് ഇങ്ങനെ ഈ ദോഷമൊക്കെ മറിച്ചിട്ട് അതിന്റെ മറിച്ചിട്ട് ലോകത്തിൽ നമ്മളിങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ സമുദ്രം, വയനാട് കയറുമ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവില്ല, പക്ഷെ വയനാട് കയറിയാൽ നമ്മൾ പറയും സമുദ്ര നിരപ്പുന്ന ഇത്ര ഉയരത്തിലാണ്. ലോകത്ത് സമുദ്ര നിരപ്പുന്ന താഴത്തേക്കുള്ള അടയാളപ്പെട്ട സ്ഥലം എവിടെയാണ്? ഇവിടെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഈ ജനതന്റെ ഈ കോലം ഈ അടിമേൽ മറിച്ച അതിന്റെ മുകൾ ഭാഗത്തിന് അടിഭാഗാക്കി മറിച്ച താഴത്ത് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും സമുദ്ര നിരപ്പിൽ നിന്ന് ഇത്ര അടി താഴേക്ക് ഇങ്ങനെ എഴുതി വെക്കണത് കാണാം. നമുക്കിങ്ങനെ പോകുമ്പോൾ വായിച്ചു പോവാം ഡെഡ് സീന്റെ അവിടേക്ക് പോകുമ്പോൾ. ഇന്നും അത് ദൃഷ്ടാന്താണ്. കാരണം ലൂത്ത് അലൈഹി ഇസ്ലാമിനെ അങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് പെൺകുട്ടികൾ നിങ്ങൾ കല്യാണം കഴിച്ചോളെന്ന് പറഞ്ഞു. അവർ കളിയാക്കി. വന്ന മലക്കുകളെ മേൽ വരെ അവർ വേണ്ടാവൃത്തിക്ക് വേണ്ടി ശ്രമിച്ചു. ഒരു വലിയ കൊടും പാതകമാണ്, ചെറിയ പാതകമല്ല. ആളുകൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും അത് ചെറിയ പാവാണ്. ഇല്ല, വ്യഭിചാരവും അതും ബറാബറാണ്. കാരണം അത്ര ഈ പാവം ചെയ്തതിന്റെ പേരിലാണ് അവരെ മറച്ചിട്ടത്. അവിടെ ചെറിയ പാവാന്ന് വിചാരിക്കില്ല, ഒരിക്കലും വിചാരിക്കില്ല. അള്ളാഹുവിന് വലിയ കോപമുള്ളതാണ്. അള്ളാഹു താല മറച്ചിട്ടു. വേറൊരു രാജ്യത്തിന് അങ്ങനെ മറച്ചിട്ടില്ല. നാടെന്നെ മറച്ചിട്ടു. ഒരു ജീവനുള്ള സാധനം ആ വെള്ളത്തിൽ ഉണ്ടാവില്ല. ഒരു താവണമില്ല മനുഷ്യൻ. അടങ്ങനെ കിടക്കല്ല, മുകളിലവിടെ കിടന്ന അടങ്ങനെ കിടക്കാം. ആ കോലത്തിൽ ആ നാടിനാക്കി. ആ നിലയിലുള്ള തിന്മയതും മലക്കുകളോട് പോലും ആ തിന്മക്ക് വേണ്ടി അവർ ശ്രമിച്ചു. മാന്യന്മാരായ മലക്കുകൾ മനുഷ്യരൂപത്തിൽ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നപ്പം ഒരു വൃത്തികേടിന് വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് സമുദായത്തിൽ നിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. വളരെ നിസ്സാരമായി മനുഷ്യന്മാർ കാണാണ്. ഇല്ല, വ്യഭിചാരത്തിന്റെ അതേ അളവ് തന്നെയാണ് അതിന്. അതുകൊണ്ട് ആ തിന്മേന്ന് മനുഷ്യർ വിട്ടുക്കണം. എല്ലാവരും അള്ളാഹിനോട് കാവലിനെ ചോദിക്കണം. അതുകൊണ്ട് ഒരു വലിയ കുറ്റാണ്, അള്ളാഹിന്റെ കോപം വരും. അതുകൊണ്ട് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയും അദ്ദേഹത്തിനെ കളവാക്കുകയും വ്യാജമാക്കുകയും ചെയ്തു. ഐക്കത്ത് എന്ന് പറഞ്ഞാൽ മരങ്ങൾ തിങ്ങിക്കൂടിയ സ്ഥലം, മരക്കാവ് എന്നൊക്കെ പറയും. മരങ്ങൾ കുറെ ഇങ്ങനെ തിങ്ങിക്കൂടിയ, ഈ മരങ്ങൾ തിങ്ങിക്കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും വലിയ അത്ഭുതമായിട്ട് തോന്നില്ല. കാരണം നമ്മളെന്താണ്, മരഷ്ടം പോലുള്ള സ്ഥലത്താണ്. ഈ മരം ഇല്ലാത്ത നാടുകളിൽ ഈ മരം ഉണ്ടാവുക പറഞ്ഞാൽ അതിന്റെ കാവുകൾ, അതിന്റെ മരത്തിന്റെ തണലും അവസ്ഥകളും ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ജനങ്ങൾ എന്ത് ചെയ്യും, തിങ്ങിക്കൂടും. തണലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യസ്രിബ്
യസ്രിബ് എന്നായിരുന്നു മദീന മുനവ്വറിന്റെ പേര് ആദ്യത്തെ. അന്ന് യസ്രിബിൽ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഈത്തപ്പന മരങ്ങളും ബാക്കിയുള്ള കായികനികളും ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അസ്ഹാബുൽ ഐക്ക എന്ന് പറഞ്ഞാൽ മരങ്ങൾ തിങ്ങിക്കൂടിയ ഒരു പ്രദേശം. ആ പ്രദേശത്ത് വന്ന പ്രവാചകൻ, ബനി ഇസ്രായേലിൽ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകനെയും അവരെന്ത് ചെയ്തു, ആ മരത്തിന്റെ കാവിൽ എന്നുവെച്ചാൽ മരക്കൂട്ടങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യൻ അസ്ഹാബുൽ ഐക്ക എന്ന് പറഞ്ഞാൽ അവരാണ്. തുബ്ബിന്റെ ജനത. തുബ്ബ എന്ന് പറഞ്ഞത് യമനിലെ ഒരു രാജാവായിരുന്നു തുബ്ബ. അദ്ദേഹം നല്ല മനുഷ്യനായി. അദ്ദേഹത്തിന്റെ ജനത ഉണ്ടായി. അവരിലേക്ക് വന്ന പ്രബോധകനെ അവരെന്താക്കി, അവര് ഉപദ്രവിക്കുകയും കളവാക്കുകയും വ്യാജമാക്കുകയും ചെയ്തു. കുല്ലുൻ കസ്സബ റുസ്ല ഫഹഖ വഈദ്. എല്ലാവരും പ്രവാചകന്മാരെ എന്താക്കി, കളവാക്കി. റുസുൽ എന്ന് പറഞ്ഞത് റസൂലിന്റെ ബഹുവചനം. കസ്സബ റുസ്ല ഫഹഖ വഈദ്. വഈദ് പറഞ്ഞാൽ താക്കീദ്, വഈദ്, വഅദ വഈദുകൾ എന്ന് പറയുന്നത് ആണ് വഈദ്, താക്കീദ്. എന്താണ് കസ്സബ റുസ്ല ഫഹഖ വഈദ്. ആ അള്ളാഹുവിന്റെ താക്കീത് അവരുടെ മേലെന്തായി, യാഥാർത്ഥ്യമായി, സത്യമായി. ഒരാളെ അള്ളാഹു വിട്ടിട്ടില്ല. ഇത് രണ്ടർത്ഥത്തിലാണ് പറഞ്ഞത്. ഒന്ന് നബിതങ്ങൾ തങ്ങളോടുള്ള ധൈര്യം കൊടുക്കലാണ്. നബിയെ പ്രശ്നമൊക്കെ ഉണ്ടാവും, ഇങ്ങനൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ സാധാരണ ഒരാൾ എന്തെങ്കിലും ഗൾഫ് പോയാൽ പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് പോരാൻ നോക്കും. ആര് ഇവിടുന്ന് വലിയ പൂജിച്ച് പോയായിരിക്കും. ഗൾഫ് പറഞ്ഞാൽ അങ്ങനെ ആയിക്കും ഇങ്ങനെ ആയിക്കും എന്നൊക്കെ വിചാരിച്ച് പോണാണ് സംഗതി. അവിടെ എത്തുമ്പോഴാണ് എന്താ അറിയല്, അവിടെ ആരും ഉണ്ടാവില്ല. എല്ലാവരും രാവിലെ പണിക്ക് പോവാ, ആരും മെയിൻറ്റാക്കൂല. കുടുംബക്കാരില്ല, വർത്താനം പറയാൻ ആളുണ്ടാവില്ല. രാവിലെ പോവാ, പണിക്ക് പോവാ, വൈകുന്നേരം വരിക, കിടക്കാനാകെ കുറഞ്ഞ സമയം. റൂമിൽ മഴയ്ക്ക് ലൈറ്റ് ഇടാൻ പറ്റില്ല, ഒച്ചയ്ക്ക് വർത്താനം വരാൻ പറ്റില്ല, ബാത്റൂമിനൊക്കെ ടൈം ഉണ്ടാവും. അങ്ങനൊക്കെ ആവുമ്പോൾ കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേനും പിന്നെ എന്താവും, ഇങ്ങനെ മടുക്കും ആൾക്കാർക്ക്. അപ്പൊ പിന്നെ അവർ പോരാനുള്ള ശ്രമം നടത്തല്. അപ്പൊ എന്താക്കല്, അപ്പൊ അവിടെയുള്ള പഴയ ആൾക്കാരൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ ഞങ്ങളൊക്കെ വന്നപ്പോഴും ഇങ്ങനെ കഴിഞ്ഞു, ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ്. മറ്റേ ആൾ കണ്ടില്ല, വലിയ പൈസക്കാരന്, അയാൾ ബുദ്ധമായി കഴിഞ്ഞു, ഇവിടെ ഇങ്ങനെ അങ്ങനെ നിൽക്കി കഴിഞ്ഞാൽ അയാളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അയാളെ കഷ്ടപ്പാടൊക്കെ എന്ത് ചെയ്ത് കൊടുക്കും, പറഞ്ഞെടുക്കില്ല വൈ. അയാളോടൊക്കെ ബക്കാലെ പണിയെടുത്ത ആളാണ്, 300 റിയാലിനൊക്കെ പണിയെടുത്ത ആളാണ്. ഇന്നിപ്പോ അയാൾ വലിയ അതിന്റെ ആളായതാണ്, ഇതിന്റെ ആളായതാണെന്നൊക്കെ പറയും. പറഞ്ഞെടുക്കൂലേ എന്ന പോലെ നബിതങ്ങളോട് സമാധാനിപ്പിക്കാൻ പറഞ്ഞുകൊടുക്കാണ്. ഇത് നബിയെ ഈ ചെയ്തൊരിക്കലും, കാരണം നബിതങ്ങൾ സാഹസലം തങ്ങള് മുഖ്ലിസാണ്, സത്യസന്ധനാണ്, തങ്ങൾക്ക് കപടത അറിയില്ല. നമ്മളൊക്കെ ആരെങ്കിലും പേര് പറഞ്ഞാൽ നമുക്ക് അതിനൊരു ഐഡിയ ഉണ്ട്. ഏത് നമ്മളും അതിന് മോശമുള്ള ആൾക്കാരല്ലാത്തതുണ്ട്, മനസ്സിലായേ. പക്ഷെ ഒരു ചീത്ത പറയാത്ത ആള്, ഒരു നല്ല മനുഷ്യന്, അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബിതങ്ങൾ ശാസനങ്ങളോട് മുൻകഴിഞ്ഞ നബിമാര് അനുഭവിച്ച പ്രയാസങ്ങൾ പറഞ്ഞതിന്റെ ഒരു ഷോർട്ടായിട്ട് ഇത് പറയാൻ, വിശദമായിട്ട് ബാക്കി ഖുർആന്റെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കാണ്, അഫഈന ബിൽ ഖൽഖിൽ അവ്വൽ. എന്താണ് ആദ്യത്തെ സൃഷ്ടിപ്പ് കൊണ്ട് അല്ലാഹു കുഴങ്ങിപ്പോയോ? ഇവര് പറഞ്ഞിരുന്നല്ലോ എന്ത്, ഇതിന് തുടക്കത്തിൽ അതാണല്ലോ ഉള്ളത്. ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാല അൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ് അഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജുൻ ബഈദ്. ഒരു വിദൂരമായ ഒരു മടങ്ങലാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മരിച്ചുപോയി ചിന്നിച്ചിതറിയ ആൾക്കാർ അവർ രണ്ടാമത് ഒരുമിച്ച് കൂടെ എന്ന് ചോദിച്ചു. അതിനുവേണ്ടി അല്ലാഹു തആല ചോദിക്കുകയാണ് വീണ്ടും ഇവരോട്, അഫഈന ബിൽ ഖൽഖിൽ അവ്വൽ. ഒന്നാമത്തെ സെറ്റിപ്പോണ്ട് തന്നെ നമ്മളാകെ കുഴങ്ങിപ്പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കാണ്. അഫഈന ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ബൽ ഹും, പക്ഷേ അവർ ഫീ ലബ്സിൻ, ആശങ്കയിലാണ്, മിൻ ഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാവും എന്ന കാര്യത്തിൽ ഓരെന്താണ്, ആശങ്കയിലാണ്. സത്യത്തിൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമല്ലേ. മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സാധനമല്ലല്ലോ, എന്നിട്ട് അതിനുണ്ടാക്കണ്ടേ. ഇപ്പൊ നമ്മളോട് ഒരാൾ വിമാനം ഉണ്ടാക്കണം പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കും. എന്തിനോട് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഉണ്ടാക്കാം, വരക്കാൻ പറഞ്ഞാൽ വരക്കാം. കാരണം എന്താ, നമ്മളെ മുന്നിൽ എന്തുണ്ട്, വിമാനമുണ്ട്. ഇല്ലാത്തൊരു സാധനം വരക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ കാണാത്തൊരു സാധനം വരക്കാൻ പറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യർ എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു ആദം നബി മാത്രമല്ല, ഈ കാണുന്ന മുഴുവൻ മനുഷ്യരും വ്യത്യസ്ത കോലങ്ങളിൽ
ആകെ മുഖം എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. ഇതിന്റെ ഇടയിലാണ് ഈ വ്യത്യാസങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മൂക്ക് കൊടുക്കണം. കുറെ ആളെ മൂക്ക് ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് വ്യത്യാസം ഉണ്ടാക്കിയല്ലോ. ഒരേപോലത്തെ മൂക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഒരേപോലത്തെ കണ്ണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, കണ്ണിന്റെ ഇട എല്ലാവർക്കും പുരികം കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും വായ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വേറെ വ്യത്യാസത്തിലല്ലല്ലോ കൊടുക്കണേ. വായ ഇവിടെ കാട്ടി കൊടുത്ത്, വായ മൂക്ക് ആടെ കൊടുത്ത്, അങ്ങനൊന്നല്ലല്ലോ വെറൈറ്റി ഉണ്ടാക്കണേ. ഒരേ സ്ഥലത്ത് വ്യത്യസ്ത ഈ കണ്ണ ഈ മുഴുവൻ മനുഷ്യന്മാരെ നമുക്ക് വേറിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം. ഇടക്കിടക്ക് ഇങ്ങനെ ആ ടിങ്സിന് വിടും. പിന്നെ ഇരട്ടനെ നമുക്ക് മനസ്സിലാവാൻ പറ്റാതെ അതങ്ങനെ ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിയുന്നുള്ളതിന് വേണ്ടിയാണ് അത് വിടുന്നത്. ഏത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. ആരെ രണ്ടാളെ കണ്ടാൽ ഈ ചെറിയമാരുണ്ടാവും, നമുക്ക് മനസ്സിലാകുന്നില്ല. അത് നമുക്ക് ഇത് മനസ്സിലാക്കി തരാനാണ്. ഇത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണെങ്കിൽ ഒരു ഇടപാട് ഇവിടെ നടക്കൂല. അതേമാതിരി ആൾ ഒന്ന് പൈസാങ്ങി പോയാലും അങ്ങനെ അറിയാം, ഒന്നും അറിയില്ല. അപ്പൊ എല്ലാവർക്കും കുറഞ്ഞ സ്ഥലത്ത് ഈ വ്യത്യാസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുണ്ടാക്കി അള്ളാഹ് ഇനി രണ്ടാമത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അവരൊരു പുതിയ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അവർ ആശങ്കയിലാണ്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യം അതിലില്ല. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. وَلَقَدْ خَلَقْنَا الْإِنسَانَ, നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങളെ നാം അറിയുകയും ചെയ്യുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി, നാം അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാളും അവനോട് അടുത്തവനാണ്. അള്ളാഹു പറയാണ് വലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വരെ രണ്ടാമത് ഉണ്ടാക്കണ കാര്യത്തിലൊക്കെയാണ് ബേജാറെങ്കിൽ അള്ളാഹ് പറയാണ് ഇതിനേക്കാളും വലിയ പ്രശ്നമുള്ള കാര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എന്താണ്? നാം മനുഷ്യനെ സൃഷ്ടിച്ചു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങളെ അവൻ അറിയും. ഭയങ്കര സംഭവമല്ലേ? സൃഷ്ടിച്ചതിന് രണ്ടാമത് ഉണ്ടാക്കണേക്കാളും വലിയ ഇടങ്ങാറാണ് ഈ കണ്ട മുഴുവൻ സൃഷ്ടികളുടെയും മനസ്സിന്റെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളെ അറിയാതറിയാം. അപ്പൊ ഈ ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉള്ളിൽ എന്തൊക്കെയേ പോവുണ്ടാവും. ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ ബാക്കി ഭാഗങ്ങൾ ഉള്ളിൽ കൂടെ എങ്ങനെ പോവുണ്ടാവും. അതൊക്കെ സ്ക്രീനിൽ ആര് കാണുന്നുണ്ട്? അത് ഫുള്ള് അള്ളാഹ് അറിയുന്നുണ്ട്. അള്ളാന്റെ ഇൽമ് അത്ര വലുതാണ്. എവിടെങ്കിലും ഒന്ന് മിസ്സായി പോയാലൊന്നും എടുക്കാനൊന്നും ഒരു പണി ആർക്കില്ല. അത്ര വലിയ ഇൽമുള്ള ആള് എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ നമുക്ക് തന്നെ അറിയില്ല നമ്മളെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണ് ചിന്തിച്ചു പോയത്. നമ്മളും കൂടി അറിയാതെ ചിന്തിക്കാൻ. നിസ്കാരങ്ങളിലൊക്കെ ചിലപ്പോ നമ്മൾ കയ്യെട്ടി നിന്ന് വലിയ ഫിക്റിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നാലും എവിടുന്നെങ്കിലും ഒരു തുമ്പ് വന്ന് കൊത്തിയലിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ എവിടോ എത്തിയിട്ടാണ് എന്ത് ചെയ്യാ, ഞമ്മക്കെന്നെ അറിയില്ല അതിന്റെ വരവൊന്നും. വെയിലെ വന്ന് എവിടെ എത്തിയെന്നും. ശ്രദ്ധിച്ചൊക്കെ നിങ്ങളെപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ എവിടുന്ന പിന്നെ കൊണ്ടായത് വെച്ചാൽ അങ്ങനെ നമ്മളും കൂടി അറിയാതെ നമ്മളെ മനസ്സിന്റെ മന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. ഇതാരറിയുന്നത്? ഈ അള്ളാഹ് ഗുണങ്ങളെ രണ്ടാമതുണ്ടാക്കൽ പ്രയാസം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായിട്ടും വലഖദ് എന്ന് പറഞ്ഞ ഖദ് എന്ന എന്താണ്? തീർച്ചയായും മാളിയായ ഫീലിന്റെ മുന്നിൽ ഖലഖ്ന എന്ന് പറഞ്ഞില്ലേ, മാളിയായ ഫീലാണ്. മാളിയായ ഫീലിന്റെ മുന്നിൽ ഖദ് വന്നാൽ, കഴിഞ്ഞുപോയ ഒരു ക്രിയന്റെ മുന്നിൽ ഖദ് വന്നാൽ അറബിയിൽ തീർച്ച നടത്തണം. അതിന്റെ കൂടെ ലാമും കൂടി കൊടുത്താൽ ഒന്നുകൂടി സ്ട്രോങ് ആയി. തീർച്ചയായിട്ടും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ മനസ്സിലുള്ള വസ്വസകൾ, അവന്റെ ചിന്തകൾ, അതിനെ നാം അറിയുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിലുള്ള വസ്വസ അറിയാതെ അതൊരു ഭയങ്കര സംഗതിയാണ്. ഭയങ്കര സംഗതി. നമ്മൾ ചിന്തിക്കണമൊക്കെ അറിയാം. അങ്ങനെ ആർക്കും അറിയാൻ കഴിയും അള്ളാഹ്ക്കല്ലാതെ. അള്ളാഹ് പറയണം അത് ഫുള്ള് ഞാൻ അറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് ആരടുത്തതാണ്? അള്ളാഹു അടുത്താണ്. അള്ളാഹു അടുത്തതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉലമാക്കൾ പല അർത്ഥം പറയും. ഒന്ന് പറഞ്ഞത് അവന്റെ അറിവ്, അവന്റെ കണ്ടനാടിനേക്കാളും എന്താണ് എന്നുവെച്ചാൽ അവനെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആരെയുണ്ട്? അള്ളാന്റെ കയ്യിൽ. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹു തആല ഒരാള് അള്ളാഹുവായിട്ട് അടുക്കും. എപ്പം ഒരു മനുഷ്യന് സുജൂദിലായിരിക്കും അള്ളാഹുവായിട്ട് ഏറ്റവും അടുത്തനായിരിക്കും. സുന്നത്തായ അമലുകളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക്
അടുക്കി എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ അടുപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുപ്പാണ് അള്ളാഹു ആ മനുഷ്യനെ ഏറ്റവും തീർച്ചയായിട്ടും നമ്മളോട് ഏറ്റവും അടുത്തിക്കണവൻ ആരാണ്? നമ്മളെ മനസ്സിന്റെ മന്ത്രം അറിയുന്ന ആളാരാണ്? ആളെന്നല്ലേ നമ്മളോട് ഏറ്റവും അടുത്ത ആള് ആണോ? അല്ലോ. ഇപ്പൊ നമ്മൾ പറയും നമ്മളെ ഏറ്റവും അടുത്ത ആള് നമ്മളെ ഭാര്യയാണ്. ഓൾക്ക് നമ്മളെ മനസ്സിലുള്ള ചിന്തകളൊന്നും എന്ത് ചെയ്യില്ല, അറിഞ്ഞാൽ അവിടെ ഉണ്ടാവൂല്ല. അപ്പൊ അള്ളാഹു ഏറ്റവും അടുത്തവനാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ആരറിയുന്നത്? അപ്പൊ നമ്മളൊരു കൂട്ടുകാരനാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഓനെ അറിയിക്കാതെ പല കാര്യം നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. അവൻ അറിയിക്കാതെ കുറെ കാര്യം നടക്കണ്ടാവുമല്ലോ. പക്ഷെ ഇതില്ല. അപ്പൊ ഏറ്റവും അടുത്തവൻ ആരെന്നാണ്? കാരണം അവൻ നമ്മളെ മന്ത്രങ്ങൾ അറിയാം, നമ്മൾ ചിന്തിക്കണമൊക്കെ അറിയാം, നമ്മൾ ചിന്തിക്കണതൊക്കെ അറിയാം. അതൊന്ന് ആലോചിച്ചു. ഈ അള്ളാഹിനോട് നമുക്ക് എന്താ മറച്ചേക്കാൻ കഴിയാം? അള്ളാഹുവിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒളിക്കാൻ കഴിയാം? അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടായാൽ തിന്മേന്ന് മാറിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ തന്നെ കാണുന്നുണ്ട്. എന്റെ അവസ്ഥകൾ അറിയുന്നുണ്ട്, ഞാൻ ഇത് ചിന്തിക്കുന്നത് ആരറിയുന്നുണ്ട്? നമ്മൾ തിന്മക്ക് പ്ലാൻ ഉണ്ടാക്കുമ്പോഴും ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടായി ഇതിപ്പോ അള്ളാഹ് അറിഞ്ഞുകൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ വേഗം ഇട്ടറിച്ച് പോകാൻ നോക്കുക അയാൾ. അതുകൊണ്ട് അല്ലാഹു തആല മനസ്സിന്റെ മന്ത്രങ്ങളെ അറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടി. വരീദ് എന്ന അറബിയിൽ പറയൽ രണ്ട് ഞരമ്പുകളുണ്ട് കഴുത്തിന്റെ ഭാഗത്ത്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രക്തം പോവുകയും അത് മുറിഞ്ഞാൽ എന്താവും? മൃഗങ്ങൾക്കും എല്ലാത്തിനുണ്ട്. കുറെ അർത്ഥങ്ങൾ പറയണ്ടായി. ശാസ്ത്രീയമായി പല ഞരമ്പുകളുണ്ട് ശരീരത്തിൽ. വലിയ രക്തങ്ങൾ പോണതുണ്ട്, ചെറുത് പോണതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും അവന്റെ കണ്ടനാടി, അവനോട് അവന്റെ ജീവന്റെ തുടിപ്പായ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കണവനാണ് ആര്? അല്ലാഹു. അതുകൊണ്ട് മനസ്സിന്റെ വസ്തുതകളെ അറിയുക, അത് അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല വ്യക്തമായിട്ട് പറയണേ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ വസ്തുവസ്തകളെ നാം അറിയുകയും ചെയ്യും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് നാം ഏറ്റവും അടുത്തവനാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിനെ മറന്നിട്ട് അല്ലെങ്കിൽ അള്ളാഹിനെ കാണിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. മനുഷ്യർ ചെയ്യുന്ന മുഴുവൻ തിന്മകളുടെ കാൽവെപ്പുകളും ചിന്തകളും ഒക്കെ ആരറിയുന്നുണ്ട്? ആദ്യം ഉണ്ടാവുന്ന ചിന്തയാണ്, പിന്നെ അത് പ്രവർത്തിക്കുകയാണ്, പിന്നെ അതിനുവേണ്ടി നടക്കുകയാണ്. ഒക്കെ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നു. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد إذ يتلقى المتلقيان إذ يتلقى المتلقيان ഏറ്റെടുക്കുന്നവർ, രണ്ട് ഏറ്റെടുക്കുന്നവർ. إذ يتلقى المتلقيان, ഏറ്റെടുക്കുന്ന രണ്ടുപേർ. തലക്ക ആദം എന്നൊക്കെ പറഞ്ഞല്ലോ, ഏറ്റെടുക്കുക. അൽ മുതലഖിയാൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ, ഏറ്റെടുക്കുന്ന രണ്ടുപേർ. അനിൽ യമീനി വ അനിൽ ശിമാൽ, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും. ഖഈദ്, ഇരുന്നുകൊണ്ട്. ഇടതും വലതും ഇരുന്ന് കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നത്. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു ഖൗലും എന്ത് ചെയ്യില്ല, മൊഴിയുന്നില്ല, ഉച്ചരിക്കുന്നില്ല, പറയുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അതിന്റെ ഉത്തരവാദിത്തത്തിൽ. റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണം നടത്തുന്ന, അതീദ് എന്ന് പറഞ്ഞാൽ അതിനെ തയ്യാറാക്കുന്ന. തയ്യാറാക്കി നിരീക്ഷിക്കുന്നവരെന്തുണ്ട്? നിരീക്ഷിക്കാതെ ഒരു വാക്കും എന്ത് ചെയ്യില്ല, ഉരിയാടില്ല. മനസ്സിലായില്ലേ ഭായി? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനസ്സിലായല്ലോ? റഖീബ് അതീദ് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടില്ലേ? തോളിലെ ഇതിന് മലക്കുകളാണ് എന്നൊക്കെ പറഞ്ഞു. അവര് ഏറ്റെടുക്കാതെ, അവരറിയാതെ ഒരു വാക്ക് എന്ത് ചെയ്യില്ല, ഒരു വാക്ക് ഒരാൾ ഉരിയാടുന്നില്ല. ഉരിയാട് അങ്ങനെ പറയാം, ലഫ്ല് എന്നൊക്കെ പറയില്ല നമ്മൾ. ഉരിയാട്, വാക്ക് പറയാം. ഒരു വാക്ക് പോലും ഇവരറിയാതെ എന്ത് ചെയ്യില്ല, ആർക്കും പറയാൻ കഴിയില്ല. ഒന്ന് അത്ഭുതങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെ പറയാം? അപ്പൊ ഒരു വാക്കും വിടാതെ എഴുതുക.
ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, കുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ മൂലരേഖയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ സ്വരൂപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് അല്ലാഹു തആല ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. وكل إنسان ألزمناه طائره في عنقه ويخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമാണിത്. കിതാബാണ് എഴുതി കെട്ടി തൂക്കി കൊടുക്കും, എന്നോട് വായിച്ചു നോക്കാറ്. ഇതാ എന്റെ കിതാബ് ഇജന്നെ വാങ്ങിക്കോ, ഇത് വായിച്ചു നോക്കുക, അതിലുണ്ട് എന്റെ മുഴുവൻ കാര്യങ്ങളും, ഒന്നുപോലും വിട്ടിട്ടുണ്ടാവില്ല. അപ്പൊ മനുഷ്യൻ പറയും, എന്താണ്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ. അതെന്ത് കിതാബാണ് പടച്ചോനെ, ഒരു ചെറിയ കാര്യം ഒരു വലിയ കാര്യം വിട്ടില്ലല്ലോ. അല്ലാഹ്, നമ്മൾ പറഞ്ഞത് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് രാവിലെ മുതൽ റെക്കോർഡ് ചെയ്ത് വൈകുന്നേരം റെക്കോർഡ് ചെയ്ത് കേട്ടാൽ തന്നെ നമുക്ക് നമ്മളോട് ദേഷ്യം പിടിക്കും. ആരോട്? നമ്മളോട് ദേഷ്യം പിടിക്കാൻ മതി. റെക്കോർഡ് നമ്മൾ പറഞ്ഞത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കേട്ടാൽ നമുക്ക് ദേഷ്യം പിടിക്കാൻ നമ്മളോട്. കാരണം അത്ര ഇതൊക്കെയാണ് പറയാ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എന്തൊക്കെ പറഞ്ഞ് തീർത്തുണ്ടാവും. എത്ര പറയേണ്ട ഒരു ദിവസം. അതിനെങ്ങനെ വേർതിരിക്കണ്ടാവും. വേർതിരിക്കലൊക്കെ എളുപ്പമാണ്. ദുനിയാവിൽ തന്നെ വേർതിരിക്കണ്ട എല്ലാ കാര്യം. ഏലക്കായ് വേർതിരിക്കണ്ട്, ഏത് വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓറഞ്ച്, മാങ്ങ ഒക്കെ എന്താക്കണ്ട്, തരംതിരിക്കേണ്ട ആൾക്കാർ. ഇതേപോലെ നന്മയും തിന്മയൊക്കെ എന്താക്കണ്ട്, മലക്കൾ വെമ്പയാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ മുതൽ ഓണാക്കിയാൽ രാത്രി ഉറങ്ങണ വരെ അത് മൊബൈലിലൊക്കെ. പഴയ കാലത്തൊക്കെ ആൾക്കാരെ കിട്ടണം വർത്താനം പറയണമെങ്കിൽ. ഇപ്പോഴോ ഇപ്പൊ ഒരു മൊബൈലിന് അങ്ങനെ കൊണ്ടുകൊടുക്കല്ലേ. മുമ്പ് വർത്താനം പറയണമെങ്കിൽ ഒരു 10 കഴിഞ്ഞാൽ പിന്നെ ആളുകളിൽ 10 കഴിഞ്ഞാലും 12 കഴിഞ്ഞാലും ഒക്കെ ഇഷ്ടം പോലെ ആളല്ലേ. അങ്ങനെ ഫോണിൽ വർത്താനം പറയാൻ മോൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞിട്ടേക്കാനുള്ള സംവിധാനമുണ്ട്. ഏതില് വാട്സപ്പിലൊക്കെ പറഞ്ഞിട്ട് വെച്ചാലും രാവിലെ ആകുമ്പോഴത്തേനുണ്ടാവും. അവൻ വർത്താനം എത്രേ പറഞ്ഞത്, എത്ര സംസാരിക്കുന്നത്. അതിനൊക്കെ വേർതിരിച്ചാൽ എന്തേക്കും അവസ്ഥ ഉണ്ടാവുക നിങ്ങൾ പറയാം. തൂക്കിയാൽ ഹദീസിൽ വരുന്നുണ്ട്, ഹദീസിലൊക്കെ ഉണ്ട്, ഹദീസിലൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ ഒരു കെലിമ പറയും, ആ കെലിമനെ അയാൾ വലിയ കാര്യമാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കെലിമ അയാളെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കും, വലിയ ദർജ ഉണ്ടാവും. മനുഷ്യർ ചില വാക്കുകൾ പറയും, അതിനയാൾ വലിയ കാര്യമൊന്നും ആക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ കെലിമ അയാളെ എവിടെ എത്തിച്ചിട്ടുണ്ടാവും? നരകത്തിൽ എത്തിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കെലിമകളൊക്കെ നമ്മളെ വരുന്നുണ്ടാവും, നമ്മളറിയില്ല. അതുകൊണ്ട് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബു അതീദൊക്കെ അതിനെ രേഖപ്പെടുത്താതില്ല, ഫുള്ള് എല്ലാത്തിനും രേഖപ്പെടുത്തുന്നു. എന്തേക്കും അതിന്റെ അവസ്ഥ? അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ നശിക്കാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? എത്രേ വർത്താനം പറഞ്ഞു നമ്മളൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്, സംസാരിക്കൽ വെള്ളിയാണെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് സ്വർണ്ണാണ്. നമുക്ക് മനസ്സിലാവാത്തണ്ടാവും. നിങ്ങളുടെ ഹദീസിലുണ്ട്, ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ നാവുകളെ ശ്രദ്ധിക്കും. ജനങ്ങളെ മുഖം കുത്തി നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അവരെ നാവുകൾ കൊയ്തെടുത്തതിന്റെ ഫലമായിട്ടല്ലാതെ അല്ല. ചെറു മനുഷ്യനെ മുഖം കുത്തിയായിട്ട് നരകത്തേക്ക് തള്ളണമെങ്കിൽ അയാളുടെ നാവ് കൊയ്തെടുത്തതാണ്. ഹസായിദു അൽസിനതീന. അതുകൊണ്ട് നാവ് ചില്ലറ സാധനമല്ല, മനുഷ്യനെ നരകത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റിയ സാധനമാണ് നാവ്. അവന്റെ നാവിനെ സൂക്ഷിക്കാൻ നബിതങ്ങൾ സാധനം തങ്ങൾ പറഞ്ഞല്ലോ, 2 അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞു. ഒരു ചെറിയ ജാമ്യ നിങ്ങൾ പറയും. നിബിതങ്ങൾ സാധനം നിങ്ങൾ ആ ജാമ്യക്കണം, അല്ലാണ്ട് ഇവിടുത്തെ ഏതെങ്കിലും നേതാവൊന്നല്ല. നിബിതങ്ങൾ സാധനങ്ങൾ പറയാം, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിന്നേരാം. ഒന്ന് നാവും, ഒന്ന് നിങ്ങളെ തൊടയിലുള്ളത്, നിങ്ങൾ ഗുഹ്യസ്ഥാനത്തിന് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കരാറ് തരാണെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം കൊണ്ട് കരം. എന്നുവെച്ചാൽ ഒരു മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്ന 2 സാധനമാണ്. ഒന്നാണ്ട് നാവും, ഒന്നുകൊണ്ട് ഗുഹ്യഭാഗം. മനുഷ്യന് ഇതിന്റെ ഹരത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതിനാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه
റഖീബുൻ അതീദ്. അതുകൊണ്ട് നമ്മള് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ഇതിനൊക്കെ ഉള്ള സംവിധാനം, ഇതൊക്കെ ആകെ കേട്ട് ബേജാറാവല്ല വണ്ടി. ഇതിനൊരു സംവിധാനം വെച്ചിരുന്നു ഭൂമിയിൽ. എന്താണ്? തൗബ. തൗബ ചെയ്താൽ എന്താവും? ഫുള്ള് ഓൾ ഡിലീറ്റ് ബട്ടൺ വെക്കിയ മാതിരി ഉണ്ടാവും. ഫുള്ളായിട്ട് ഡിലീറ്റ് ആവും. ഒരു 1000 നമ്പർ സേവ് ചെയ്യാൻ കുറെ പണിയുണ്ട്. ഡിലീറ്റ് ആക്കാൻ ആൾ ഡിലീറ്റിന്റെ ചെറിയ കുട്ടിയൊക്കെയാലും എന്താവും? അടുപ്പും. ഇതേപോലെ പാപങ്ങളെ പൊറുക്കാനുള്ള വഴിയുണ്ട്. യംഹുല്ലാഹു മാ യശാ വയുസ്ബിതു ഇൻദഹു ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത് ഖുർആനിൽ. അള്ളാഹ് ഉദ്ദേശിച്ചതിനൊക്കെ അവൻ മായ്ച്ചു കളയും. അവൻ ഉദ്ദേശിക്കുന്ന സ്ഥിരപ്പെടുത്തും ചെയ്യും അവന്റെ കിതാബിൽ. അതുകൊണ്ട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൊറുക്കലിനെ ചോദിക്കൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആർക്കാ പൊറുക്കലിനെ ചോദിക്കാൻ തോന്നുക? ആർക്കാ തോന്നല്? തിന്മ ചെയ്തതിനെന്ന് ബോധമുള്ളവൻക്കാണ് പൊറുക്കലിനെ. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ, നമ്മൾ എത്ര പറയുന്നുണ്ട്, അതിലൊക്കെ എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ വാക്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ വിചാരിക്കും നമുക്ക് എത്ര അതിനകത്ത് പൊറുക്കാനുള്ളത്. നമുക്കേ പൊറുക്കാനുള്ളൂ. നമ്മളെ നാവുകൾ എന്തെല്ലാം കൊയ്തെടുക്കേണ്ട ഒരു ദിവസം. അതുകൊണ്ട് പൊറുക്കലിനെ ചോദിക്കാം. അല്ലാണ്ട് ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. പൊറുക്കലിനെ ചോദിക്കാം. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അത് വ്യക്തമായ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഉണ്ടാവോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തങ്ങളെ തമാശ സത്യമായിരുന്നു. എന്തല്ല? കളവല്ല. വളരെ നല്ല തമാശകൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ, വയസ്സായ ഒരു മുടി ഔറത്ത്, ഒരു വയസ്സായ സ്ത്രീ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, ആ സ്ത്രീ എന്താവൂല, വയസ്സായ സ്ത്രീ സ്വർഗത്തിൽ കിടക്കൂല. ഇത് ഇവിടുത്തെ നേതാവ് പറഞ്ഞല്ല, നബിതങ്ങൾ പറഞ്ഞു. ആ സ്ത്രീ ആകെ കരയാൻ തുടങ്ങി. ഞാൻ സ്വർഗത്തിൽ കിടക്കൂല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നബിതങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ അതല്ല പറഞ്ഞത്, വയസ്സായ അവസ്ഥയിൽ സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. എങ്ങനെ കിടക്കുള്ളൂ? നല്ല യുവതിയായിട്ട് കിടക്കുള്ളൂ. നബിതങ്ങൾ ഒരു തമാശ പറഞ്ഞാണ് അവരോട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശകൾ ഇങ്ങനത്തെ തമാശയൊക്കെ. നമ്മളെ തമാശ ഒന്നുകിൽ നന്മയിരിക്കും, അല്ലെങ്കിൽ തിന്മയിരിക്കും. അതിങ്ങനെ വേർതിരിക്കണ്ടാവും. എംസാൻഡിന്റെ ഒക്കെ അത് കണ്ടില്ലേ? ഏത് അതിനെങ്ങനെ പീസാൻഡും എംസാൻഡും ഒക്കെ ആയിട്ട് ആട്ടും കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന് കൂടെ ഇങ്ങനെ പോകുമ്പോ മാറി ഇങ്ങനെ നിൽക്കണം. ഇതേമാതിരി ഉണ്ടാവും. മൽക്കട ആയിക്കാട് കയറ്റിട്ട് കൊടുത്താൽ ഇങ്ങനെ നല്ല വേറെ തിന്മ വേറെ ആയിട്ട് ഇങ്ങനെ നമ്മളതേലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുക. പഠിച്ചോനെ, നമ്മൾ വെറുതെ തമാശ, വെറുതെ വിളിക്കൽ തന്നെ ചീത്തരി. എന്താണ് തമാശക്കും ആൾക്കാർ ചീത്ത. അതുകൊണ്ട് നാവ് വലിയ അപകടകാരിയാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇയാളും ഒരു വലിയ ഭാഗം തന്നെ എഴുതിയിട്ടുണ്ട് നാവിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി. നാളെ ഖിയാമത്ത് നാൾ ഉണ്ടാക്കണേ നമീമത്ത്, ഗീബത്ത് ഒക്കെ നാവ് കൊണ്ടാണല്ലോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം, നാവിനെ നല്ലപോലെ സൂക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് തോമ്പുണ്ടാണോ ഉള്ളിൽ പടച്ചവനോട് കരഞ്ഞ് പറയാം, പടച്ചവനെ വകുപ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പോവാനുള്ള ഒരു സാധ്യത. അതുകൊണ്ടാണ് സഹാബാക്കൾ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടത്. ഒരു ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ വാക്കുകൾ. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു റബിയ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചെറിയ വാക്ക് പറഞ്ഞപ്പോഴത്തേനും എന്താ ചെയ്തത്? അത് ഈ എന്തായാലും മാപ്പാക്കണം, തിരിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ പോയിട്ട് എന്ത് പറഞ്ഞത്? പരാതി പറഞ്ഞത്. ഞാൻ റബിയാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. റബിയ റളിയല്ലാഹു അൻഹു പിന്നീട് ബാക്ക് വന്നപ്പോ നീ എന്തേ പറഞ്ഞത്? ഞാൻ ഒന്നും പറയില്ലാന്ന്. അബൂബക്കർ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറയാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഒരു വാക്കിന്റെ പേരിൽ നാളെ ഖിയാമത്ത് നാളിൽ കുടുങ്ങാൻ പറ്റില്ല. ഓരോ പേടിയതല്ല, നമുക്കൊന്നും ഒരു പേടിയില്ല. നമ്മളങ്ങനെ പറയുള്ളതും ഇല്ലാത്തതും ഊഹിച്ചു പറയൊക്കെ ചെയ്യാൻ. വെറുതെ അങ്ങനെ ആയിരിക്കുന്നു കാട്ടി പറഞ്ഞ അങ്ങോട്ട് പരത്തുക.
അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എല്ലാ വാക്കുകളും രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നാളെ ഖിയാമത്ത് നാളില് അതിനെ തൂക്കും, വാക്കുകളെ തൂക്കും. വാക്കുകൾക്ക് വലിയ വില ഉണ്ടാവും. എല്ലാം തൂക്കലാണ്. നിസ്കാരം തൂക്കും, നോമ്പ് തൂക്കും, അതിന്റെ കൂടെ വാക്കുകളും തൂക്കും. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. وجاءت سكرة الموت. وجاءت سكرة الموت. മരണത്തിന്റെ ലഹരി വന്നാൽ. സക്രത്ത് എന്ന് പറഞ്ഞാൽ സുക്രാൻ, മുസ്കിർ എന്നൊക്കെ പറഞ്ഞാൽ ലഹരി എന്നർത്ഥം. മരണത്തിന്റെ ലഹരി വായിച്ചാൽ എന്താ ഉണ്ടാകുക? ബോധം പോലാണ്, അതല്ലേ? നല്ല ലഹരി തന്നെ. ബോധക്ഷയം ഉണ്ടാകുക, മരണത്തിന്റെ ബോധക്ഷയം ഉണ്ടാകുക, സക്രത്തുൽ മൗത്ത് വരിക. അതിന് പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഇന്നലിൽ മൗത്തില സക്രാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ വെള്ളം ഇങ്ങനെ ഇതിലുണ്ട്, തങ്ങളിങ്ങനെ തങ്ങളെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് പനികാലത്ത് നബി തങ്ങൾ സാഹസങ്ങൾക്ക് ആശ്വാസം കിട്ടുമ്പോൾ തങ്ങൾ പറയും മിന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിനൊരു സക്കറാത്തിന്റെ ഒരു വേദന ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോധക്ഷയുണ്ട്, ഒരു അവസ്ഥ ഉണ്ട്. സക്രത്തുൽ മൗത്തി ബിൽ ഹഖ്, അത് യാഥാർത്ഥ്യമാണ്. മരണം വരിക എന്നുള്ളത് എന്താണ്? അത് ഹഖായ നിലയിൽ വരും. ദാലിക, അത് മാ കുന്ത മിൻഹു തഹീൻ, ആ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് ഒഴിവാവാൻ പറ്റുകയില്ല. മരണത്തിന് ഒഴിവാവാൻ എന്ത് സംവിധാനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആൾക്ക് ചിന്തിക്കണം കൂടിയില്ല എന്തിനെ പറ്റി. മരണം എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന സൈന്റിസ്റ്റുകൾ ചിന്തിക്കണം കൂടില്ല. കാരണം ഓൽക്കറിയാം ചിന്തിച്ചിട്ട് കാരണം മരണം എന്തായാലും വരാനുള്ളതാണ്. അതിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. സക്രത്തുൽ മൗത്ത്. സക്രത്തുൽ മൗത്തിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ ഭൗതികമായ എല്ലാ ബന്ധങ്ങളും എന്താവും? മുറിഞ്ഞു പോകും. മൽക്കുൽ മൗത്ത് കൈവക്കലോട് കൂടി അയാൾ ഇവിടുന്ന് വിടും. പിന്നെ അയാൾ നോക്കുന്നതൊക്കെ ഇവിടെ അല്ല നോക്കണേ. പിന്നെന്താണ്? അയാളെ കണ്ണിന്റെ അത് വേക്ക് പറയില്ലേ, വേറെ വരുന്നതാണ്. ഇതേപോലെ സക്രത്തുൽ മൗത്ത് ഒരു വലിയ വേദനയാണ്, വലിയൊരു ബോധക്ഷയമാണ്. സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. അതൊരാൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇരിക്കണ നിങ്ങളൊക്കെ സക്രത്തുൽ മൗത്ത് വരും. മരണത്തിന്റെ ആ ഒരു അവസ്ഥ അത് വന്നാലും മനുഷ്യനെ പിന്നെ അവന്റെ ബുദ്ധിയൊന്നും എന്താവൂല, പ്രവർത്തിക്കൂല, ബുദ്ധിയൊക്കെ ഓഫാവും. ഇപ്പൊ നമ്മൾ ബുദ്ധിയിലുള്ളത്, അവിടെ നമുക്ക് കെലിമറിയാതെ മറ്റൊക്കെ തോന്നും. പക്ഷെ ബുദ്ധി ഓഫായാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ അയാൾ ഉള്ളിൽ എന്ത് വേണം? ഈമാനും ആ കെലിമ ഉണ്ടാവണം. നമ്മൾ സാധാരണ പറയുന്നത് സക്രാത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. മരണം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു വേറെ സാധനമാണെന്ത്? ഖിയാമത്ത് നാളുടെ വനുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെട്ടാൽ ദാലിക യൗമുൽ വഈദ്, അതാണെന്ത്? നിങ്ങൾക്ക് താക്കീത് ചെയ്തപ്പെട്ട ദിവസം അതാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, എല്ലാ ഓരോ മനുഷ്യനെയും കൊണ്ടുവരും. മാഹ, അതിന്റെ കൂടെ ഉണ്ടാവും. സായിഖ്, തെളിച്ചുകൊണ്ടാണ്, ഡ്രൈവർ എന്നർത്ഥം, തെളിച്ചുകൊണ്ടാണ്. വശഹീദ്, സാക്ഷി ഉണ്ടാവും. എന്നുവെച്ചാൽ മലക്കുകള് ഓരോ കുഴിമാടങ്ങളിൽ നിന്നും ഖബറുകളിൽ നിന്നും ആൾക്കാരെന്താക്കും? തെളിക്കുണ്ടാവും. എവിടേക്കാ തെളിക്കുന്നത്? മശ്ശറയിലേക്ക് ഇങ്ങനെ തെളിക്കാൻ. ഒരു വല്ലാത്ത രംഗാണത്. പടച്ചറബ്ബേ, എല്ലാവരും അവരവരുടെ കുഴികളിൽ നിന്ന് വനുഫിഖ ഫിസ്സൂർ ഫൈദാ ഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീനിൽ പറയുന്നല്ലോ, അങ്ങനെ ഈയാമ്പാറ്റകൾ പൂർണ്ണമായി അങ്ങനെ കൂടുണ്ടാവും. ഒരു ചോദിക്കും, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, നാശമേ, ആരാണ് നമ്മളെ ഈ ഉറക്കത്തുനിന്ന് ഉണർത്തിയത്?
മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇത് റഹ്മാനായ അല്ലാഹുവിന്റെ വാഗ്ദാനം ചെയ്ത കാര്യമാണ്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ പറഞ്ഞ സത്യവുമാണിത്. ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നല്ലോ നിങ്ങളോട് എന്ന് പറയാൻ. എന്നുവെച്ചാൽ മരണത്തിന് ശേഷം വേറെ ജീവിതമില്ല, അത് അതോടുകൂടി തീർന്നു പോകാൻ നിങ്ങൾ വിചാരിക്കണ്ട. അത് എന്തായാലും നിങ്ങളെ ജീവിപ്പിക്കും. സൂറിലാണ് ഊതുമ്പം എല്ലാവരും എഴുന്നേറ്റ് ഊടുണ്ടാവും ഒരേ ലക്ഷ്യത്തിലേക്ക്. സായിഖ് എന്ന് പറഞ്ഞാൽ തെളിച്ചു കൊണ്ടാണ് ആള്. ഡ്രൈവറിനും അറബിയിൽ പറയൽ എന്താണ്? സായിഖ്, സവ്വാഖ് തെളിച്ചു കൊണ്ടാണ് ആള്. അതാരാണ്? മലക്കുകളാണ്. ഷഹീദ്, സാക്ഷി ഉണ്ടാവും. സാക്ഷി ആരാണ്? അവന്റെ നഫ്സിൽ തന്നെ സാക്ഷി. മശ്ശറയിൽ വേറെ സാക്ഷിയൊന്നും കൊണ്ടതിന്റെ ആവശ്യമില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, പിന്നെ വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത്, അവർ സമ്പാദിച്ചതിനെ പറ്റി അവരുടെ കാലുകൾ എന്ത് പറയും? കൈ പറഞ്ഞതിന് അത് സത്യാണെന്ന് ആര് പറയും? ഖുർആൻ ശരീഫിൽ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, തൊലികളോട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്കെതിരിൽ എന്തിനാ ഞങ്ങള് സാക്ഷി പറഞ്ഞത്? നിങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നോ നമ്മൾ ഈ തിന്മ? ഇതിന്റെയൊക്കെ ഇതില്ല ഹിസ്സുള്ളത്, സ്പർശനം അറിയുന്നതൊക്കെ എവിടെയാണ്? തൊലിന്റെ മുകളിലാണ്. ഈ തൊലിനോട് നാളെ ചോദിക്കും അല്ലാഹു തആല, അവരെ എതിര് പറയും, ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ എതിൽ സാക്ഷി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അവരും ഇവർ പറയും, എന്ത്? അന്തഖനല്ലാഹു അല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചവനായ അല്ലാഹു ഞങ്ങൾ എന്താക്കിയതാണ്? ഞങ്ങൾ സംസാരിക്കല്ല, അത് ആര് പറയിപ്പിക്കാണ്? അല്ലാഹു പറയിപ്പിക്കാണ്. അതുകൊണ്ട് സാക്ഷി ഉണ്ടാവും. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, സായിഖ് ഉണ്ടാവും. മലക്കുകൾ ഇങ്ങനെ തെളിച്ചിട്ട് എല്ലാവരും കൊണ്ടുവരാവുന്ന രംഗങ്ങൾ ആലോചിച്ചൊക്കെയാണ്. ഇത്ര ഖബർസ്ഥാനുകളുണ്ട്, സെമിത്തേരികളുണ്ട്, പിന്നെ ബാക്കി ചുടലകൾ, അവിടുന്നൊക്കെ ആൾക്കാരെന്ത് ചെയ്യണം? തെളിച്ചു കൊണ്ടുവരാ. ഒരു വല്ലാത്ത രംഗയ്ക്ക് എല്ലാരും പാടെ ഓടുക. ഓ പടച്ചവനെ. അപ്പം സായിഖും ഷഹീദും ഉണ്ടാവും. സാക്ഷി അവരെ കൂടെ ഉണ്ടാവും. രക്ഷപ്പെടാനൊന്നും പറ്റൂല. കൈകൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. നാവ് വരെ കളവൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ട് അത് ആദ്യം തന്നെ എന്ത് ചെയ്യും? അത് സീലൊക്കും. കൈകൾ സംസാരിക്കും. ഇന്നൊക്കെ അധികം സംസാരിക്കണ എന്താണ്? പോയി കൈകളല്ലേ ഫുള്ള് എന്ത് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ബാക്കി ചെയ്യുന്നതും ഒക്കെ എന്താണ്? കൈകളാണ്. കൈകൾ ഇങ്ങനെ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ എന്ത് ചെയ്യും? അതിന് സാക്ഷി നിൽക്കും അവർ പ്രവർത്തിച്ചതിന്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഓഹോ അല്ലാഹു പറയാൻ, ലഖദ് കുൻത ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ ഈ ഗഫ്ലത്തിലായിരുന്നു, ഈ അശ്രദ്ധയിലായിരുന്നു. ആരോടായി പറഞ്ഞേ? നമ്മളോട് പറയണല്ല. അതൊക്കെ പറഞ്ഞെന്നാലും നിങ്ങൾ ഇതിന്ന് എന്താണ്? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ ഈ ഗഫ്ലത്തിലാണ്. ഫകശഫ്നാ അൻക ഖിതാഅക ഫബസറുക അൽയൗമ ഹദീദ്, ഫകശഫ്നാ അൻക ഖിതാഅക, നിന്റെ മൂടിണ്ടല്ലോ അത് നമ്മളവിടെ നീക്കിത്തരും, അത് മറ മാറ്റിത്തരും. ഫബസറുക അൽയൗമ ഹദീദ്, അന്നത്തെ ദിവസം നിന്റെ കണ്ണിന് ഭയങ്കര മൂർച്ചയായിരിക്കും. ഇപ്പം കാണാത്തൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ ഈ പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്ന് ആര് പറയണേ? അതുകൊണ്ടാണ് ഈ ഗഫ്ലത്ത്. ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ഗഫ്ലത്തിലാവാനുള്ള കാരണം നമുക്ക് ഇത് കണ്ണുകൊണ്ട് മര്യാദക്കുന്നുണ്ട് കാണാഞ്ഞിട്ടാണ്. കണ്ണുകൊണ്ട് കണ്ടതിനൊക്കെ ബാക്കിലാണ് നമ്മൾ ഓടുന്നത്. പൈസ ഉണ്ടായ സൂയിക്കാന്ന് നമ്മൾ ആരോ പറഞ്ഞെന്നാണ്. അങ്ങനെ അതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്? അതിന്റെ പിന്നാലെ ഓടുകയാണ്. കച്ചവടത്തിന്റെ മേൽ കച്ചവടം, കച്ചവടത്തിന്റെ മേൽ കച്ചവടം. ഈ സാധുവിന് നിൽക്കാനും കൂടി എന്തില്ല. 50, 60, 70 വയസ്സിലൊക്കെ വിദേശത്ത് ഇങ്ങനെ പോവുക, വരിക, കച്ചവടം ചെയ്യുക, പെരയില്ല, നിൽക്കാൻ നേരമില്ല, ഉള്ള ഭക്ഷണം കഴിക്കാൻ നേരമില്ല. ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു 75 ഗ്രാം ആയിരിക്കില്ലേ, അതൊക്കെ അതാണ് അധികം അയാൾ തിന്നല്. കാരണം ഇവിടെ ദുബായിക്ക് അവിടേക്ക്, അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്, ചില ഫ്ലൈറ്റിൽ അതും ഉണ്ടാവില്ല.
അങ്ങനെ ഇവരങ്ങനെ ഓടാണ്. എന്തിനാ ഓടുന്നത്? ഒരു ഐഡിയ ഇല്ല. ഐഡിയ എന്താ സംഭവം പറഞ്ഞാൽ പൈസ ഉണ്ടായാലും ഒരു അന്തസ് ഉണ്ടാവുന്നു മനുഷ്യൻ അറിയാതെ വിചാരിച്ചു പോകണം. പൈസ കണ്ട ആൾക്കാർ ബഹുമാനിക്കും. പൈസ ഉണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെ പൈസക്ക് വേണ്ടി വസ്തുക്കൾക്ക് വേണ്ടി ഓടുകയാണ്. അതിന്റെ കുറവുകൾ നമ്മളെ ഭയങ്കര ഫീൽ ചെയ്യിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്. 30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഞാൻ എന്തുണ്ടാക്കി തിരിഞ്ഞു നോക്കുക. 30 കൊല്ലം ജീവിച്ചു ചിന്തിച്ചാൽ എന്റെ ഉള്ളിലാവാണ്. ആണോ അല്ല വൈ. പക്ഷെ നമുക്ക് ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. എന്തോരു ടെൻഷൻ, നമുക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. ആകെ ഉണ്ടാക്കിയ ഒരു 5 ഏക്കർ റബ്ബർ മാത്രമാണ്. അല്ലെങ്കിൽ ഇതാ ഉണ്ടാക്കിയില്ല. അത് മതിയായില്ല. എന്നാലും അത് ഫുള്ളിട്ടിട്ട് പോകാനാണ്. ധാര കൂടെ വരൂല്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ പറഞ്ഞ കാര്യത്തിൽ നീ ഗഫ്ലത്തിലായിരുന്നു. നിന്റെ വാക്കുകൾ, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ അമലുകൾ അത് നന്നാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ തൂക്കായിരുന്നു, ഇവിടെ പ്രതിഫലം കിട്ടിയിരുന്നു. അതൊന്നും അതിലൊക്കെ ഈ ഭയങ്കര ഗഫ്ലത്തിലാണ്. കാരണം എന്താണ് പറഞ്ഞാൽ അത് നമ്മൾ കാണില്ല. ഇവിടുത്തെ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മളിവിടെ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നത്. ഇവിടെ അംഗീകാരം ഇല്ലെങ്കിൽ ഇറങ്ങി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അംഗീകാരം ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ ആഖിറത്തിൽ ഇതിനെപ്പറ്റി നമുക്ക് ഇപ്പൊ അറിയില്ല. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അന്നത്തെ ദിവസം എന്ത് ചെയ്യും പറഞ്ഞാൽ അവന്റെ കണ്ണിന്റെ മറ നീക്കും. അതാണ് മലക്കുൽ മൗത്ത് കൈ വെക്കുമ്പം ഫുള്ള് മറ നീങ്ങും. ചിലരൊക്കെ ഉണ്ടാവും ആ മരിക്കാത്ത സമയത്ത് ഇങ്ങനെ നീച്ച് കണ്ണൊക്കെ തുറന്ന് അവരെ കണ്ണൊക്കെ ഇങ്ങനെ കീഴും. ഒന്നും ഇങ്ങനെ കണ്ണൊക്കെ തുറക്കുമ്പോൾ എല്ലാവരും പറയും, എല്ലാവരും മക്കളെയും പേരക്കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് റാഹത്തായിട്ട് വാപ്പാട് മരിച്ചു കയറി. വേറെ കുട്ടികളും മക്കളിൽ നിന്നെല്ലാം നോക്കിയത് മനസ്സിലായില്ലേ? അത് മലക്കുൽ മൗത്ത് കയ്യാട് വെച്ചാൽ അപ്പൊ മറ്റേത് ചാലുവും. ഏത് മറ്റേ കണ്ണ് ബസറുക്കൽ യൗമ ഹദീദ്. ഫകശഫ്നാ അൻക ഗിതാഅക. നിന്റെ ആ മറ ഇതുവരെ കാണാത്ത മലക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ മറ എന്ത് ചെയ്യും? കശ്ഫ് എന്ന് പറഞ്ഞാൽ ഫകശഫ്ന എന്ന് പറഞ്ഞാൽ അതിനോട് മാറ്റും. ആ മറ നീക്കും. ഈ കർട്ടനൊക്കെ നീക്കണേനാണ് പറയുന്നത്. അതോട് നീക്കും. ഫകശഫ്നാ അൻക ഗിതാഅക. ഗിതാ മറ, മൂടി. അതോട് നീക്കുമ്പം ഫബസറുക്കൽ യൗമ ഹദീദ്. കണ്ണിന് ഭയങ്കര മൂർച്ചയ്ക്കും. ആരൊക്കെ കാണാൻ? മലക്ക് കാണാൻ, മലക്കളെ കാണാൻ തുടങ്ങും. നരകത്തിന്റെ അവസ്ഥകൾ കാണാൻ തുടങ്ങും. സ്വർഗത്തിന്റെ അവസ്ഥകൾ കാണാൻ തുടങ്ങും. അതാണ് കാണുക. അതിങ്ങനെ നോക്കാണ്. പക്ഷെ അപ്പൊ കണ്ടിട്ടെന്തില്ല കാര്യം. മറ്റേ ഫിറോവിന് വരെ കണ്ടിട്ടുണ്ട്. ഫിറോവിന് സംഗതി ലാസ്റ്റ് എത്തി വള്ളത്ത് മുങ്ങുമ്പോ പറഞ്ഞില്ലേ, ആമൻതു ബി റബ്ബി മൂസ ഹാറൂന്ന്. ഖുർആൻ പറയില്ലേ, ഓന്റെ മറി നീങ്ങി. ആരെ? അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞ ഓന്റെ മറി നീക്കി കൊടുത്തല്ലോ. പക്ഷെ അതുകൊണ്ട് എന്തില്ല, ഒരു കാര്യമില്ല. ആ സമയത്തുണ്ടാകുന്ന ഈമാൻ പോരാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റൂഹ് തൊണ്ടക്കുയിലെത്തിയാൽ തൗബ എന്താവൂല ഗർഗറ. ബാബു തൗബത്തി മഫ്തൂഅ മാലം യുഗർഗിർ. ഗർഗറത്തിന് വരെ എന്നുവെച്ചാൽ റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന വരെ എന്ത് സ്വീകരിക്കുള്ളൂ. അതിന് ശേഷമുള്ള തൗബ എന്താവൂല. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്തു? അതുകൊണ്ടാ പറഞ്ഞത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പിന്നെന്താ? കാരണം എന്റെ പ്രയത്നം മുഴുവൻ ഈ പൈസന്റെ മുകളിൽ ഉണ്ടായിരുന്നത്. ഇത് മുഴുവൻ ഞാൻ തന്നേക്ക പഠിച്ചോനെ. മനസ്സിലായില്ലേ? കാരണം ഒരു മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന സാധനത്തിന്റെ പേരാണ് ആ സാധനം. അത് ഞാൻ മുഴുവൻ എന്ത് ചെയ്തേക്കാം, സദക്ക ചെയ്തോളാം. പക്ഷെ അപ്പൊ സദക്ക ചെയ്തിട്ട് കാര്യമില്ല. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله وريا. നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പായിട്ട് വരെ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ചെലവഴിക്കാൻ അനുവാദമുണ്ട്. അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ, നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയില്ല. ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയില്ല. പിന്നെന്താ പറയുന്നത്?
ഞാൻ തന്നീന്ന്. നമുക്കിപ്പോഴത് മനസ്സിലായില്ലത് അല്ല തരുന്നാണ്. നമുക്കിത് മനസ്സിലായിട്ടില്ലത് ആര് തരുന്നാണ്? അല്ല തരുന്നതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു തആല ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങനെ കൊടുത്തു കൊടുക്കാണ്. ഒന്നും കാട്ടാൻ കഴിയില്ലായിരിക്കും. അള്ളാഹു കൊടുക്കുന്നതിൽ നിന്ന് വാൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കും. മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പായിട്ട് മരിക്കാൻ സമയമായാൽ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ അലൈക ഫബസറുക അൽയൗമ ഹദീദ് എന്ന് പറഞ്ഞ ആ കണ്ണുകെടുത്ത് തുറന്നതിന് ശേഷം പിന്നെ പറഞ്ഞിട്ടൊന്നില്ല, പിന്നെ കാര്യമില്ല. അപ്പോഴാണ് മനുഷ്യൻ ഇത് പറഞ്ഞു പോയത്. ആ ഭീകരമായ മശ്ശറിന്റെ രംഗം കാണുമ്പോൾ മുഴുവൻ തരാന്ന് വരും. ഞാൻ സദഖ ചെയ്തോളാം, വാക്കും മിന സാലിഹീൻ, ഞാൻ എന്തായിക്കോളാം. അപ്പോഴാണ് മനുഷ്യന് ബോധാകുന്നത് സാലിഹ് ആവണം, സദഖ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അപ്പം മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം മനസ്സിലാവണം സദഖ ചെയ്യണം, പിന്നെ എന്താവണം? സാലിഹ് ആവണം. ആ പണി ഇപ്പം തുടങ്ങണം. ഇപ്പം തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ കൊടുക്കും. അന്ന് ഇത് വെളിവായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഉദാഹരണം പറയല്, വാപ്പങ്ങനെ കണ്ണൊക്കെ തുറന്ന് എല്ലാവരും നോക്കി, മക്കളെയും പേരക്കുട്ടികളൊക്കെ നോക്കി റാഹത്തായിട്ട് മരിച്ചു. സത്യത്തിൽ ആ നോട്ടല്ല അത്, ആ നോട്ടം വേറെ നോട്ടാണ്. അതുകൊണ്ട് തന്നെ കണ്ണ് എന്താക്കണം? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ കർമ്മം എന്താണ്? അയാളെ കണ്ണിനെ തിരുമ്മി അടക്കണം എന്നാണ്. കാരണം കണ്ണ് ആരെ കൂടെ പോവും? റൂഹിന്റെ കൂടെ പോവും. കാരണം ആ മറ എന്തായി? നീ അപ്പൊ ഭയങ്കര മൂർച്ചുള്ള കാഴ്ചയാണ്. ഹദീദ്, ഹദീദ് പറഞ്ഞാൽ മൂർച്ച, ഇരുമ്പാണ് അതിന്റെ ശരിക്കർത്ഥം. പക്ഷെ നമ്മൾ പറയില്ല കണ്ണിന് എന്ത് നല്ല മൂർച്ച അതുണ്ടാവും. അതുകൊണ്ടാണ് അതിങ്ങനെ നോക്കുന്നത്, ആ പോണ വഴി ഇങ്ങനെ നോക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യം കണ്ണെന്താക്കണം എന്ന് പറഞ്ഞത്, തിരുമ്മി അടക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ പേരക്കുട്ടികളെ നോക്കല്ല. അതുകൊണ്ട് നമുക്ക് ഈ രംഗം വരാനുള്ള കേട്ടോ. ഹക്കായിട്ടും സക്രത്തുൽ മൗത്ത് വരും. അന്ന് നമ്മൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് അതിനു വേണ്ടി ഒരുങ്ങ. അവനാണ് ബുദ്ധിമാൻ. കാണാതെ ഒരുങ്ങണവനാണെന്ത് ബുദ്ധിമാൻ. കണ്ടിട്ട് ഒരുങ്ങാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? ഇത് ഉറപ്പായിട്ടും വരുമെന്ന് അള്ളാഹു എന്താക്കാണ്? ബിൽ ഹഖ് എന്നാ പറഞ്ഞത്. മൗത്തി ബിൽ ഹഖ്, യാഥാർത്ഥ്യമായിട്ട് അത് വരെന്നെ ചെയ്യും. അത് ഉറപ്പിച്ച് പറഞ്ഞുതരാൻ. സംശയിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കണ്ട. ഇത് ഉറപ്പായിട്ടും വരും. എങ്ങനെ വരിക? ആർക്കാ വരിക? എപ്പോഴാ വരിക? നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കണേ വയസ്സായി ഇങ്ങനെ കിടക്കുമ്പം എന്നൊക്കെയാണ്. വയസ്സായി കിടക്കുന്ന ആര് കണ്ടു? ഇത്രയോ ആൾക്കാർ രാത്രി പെട്ടെന്ന് മരിക്കുന്നുണ്ട്, ഇത്രയോ ആൾക്കാർ പകലിൽ മരിക്കുന്നുണ്ട്, ഓഫീസിലിരുന്ന ചെയറിൽ മരിക്കേണ്ട ആൾക്കാരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കല്ലേ. ഓരോ മുന്നിൽ ഇതൊക്കെ അപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മളറിയില്ല എന്ന് മാത്രം. സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ ആ വേദന ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന്റെ ബോധക്ഷയം, ബോധം നഷ്ടപ്പെടലും, അതൊക്കെ നടക്കുന്നുണ്ട്. നമ്മളറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് അള്ളാഹു തആല പറയണേ, ഇതിലൊന്നും നിങ്ങൾ സംശയിക്കാൻ നിൽക്കല്ലേ, ഇത് ഹക്കാണ്. നിങ്ങളെ കാര്യങ്ങൾ മുഴുവൻ എഴുതുന്ന മലക്കുകളുണ്ട്, നിങ്ങളെ മനസ്സിന്റെ മന്ത്രം നാം അറിയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിനെ തിരുത്താൻ ശ്രമിക്കും, നന്നാവാൻ ശ്രമിക്കും. ഖുർആൻ ശരീഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഞാൻ ഈ സൂറത്ത് തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ സൂറത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ ഖുത്ബയിൽ ഓതാറുണ്ടായിരുന്നു. കാരണം ഇതിനേക്കാളും വലിയ ഉപദേശം ഇനി വേറെ എന്താ ഉള്ളത്? നിസ്കാരത്തിലല്ല, ഏതിലാ ഓതല്? ഖുത്ബയിൽ ഓതുമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാളിന്റെ ഖുത്ബയിൽ ഓതുമായിരുന്നു സൂറത്ത് ഖാഫ്. കാരണം ഇതിനേക്കാളും വലിയൊരു ഉപദേശം എന്താ നമുക്ക് തരാനുള്ളത്? لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. നീ ഗഫ്ലത്തിലായിരുന്നു. സത്യത്തിൽ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ഇപ്പം പറയും കേൾക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? വീണ്ടും ഗഫ്ലത്തിലാവുകയാണ്. ലഖദ് കുൻത ഫീ ഗഫ്ല, നീ ഗഫ്ലത്തിലായിരുന്നു. മിൻ ഹാദാ, ഈ പറഞ്ഞ കാര്യത്തിൽ. ഇതാര് പറയണേ?
അള്ളാഹ് പറയാണ് ഇതിൽ ഈ ഒഫ്ലത്തിലായി. ഈ മരിക്കാൻ നേരത്ത് വെപ്രാളം കാട്ടി ഞാൻ അങ്ങനെ ചെയ്തോളാം അങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നതിന് പകരം പറയണ ആര്? അള്ളാഹു തആല ഇതിൽ നീ ഒഫ്ലത്തിലാണ് ഇപ്പൊ ഉള്ളത്. നീ നിന്റെ കണ്ണിന്റെ മൂർച്ച കൂടുകയും ആ മറട് നീക്കുകയും ചെയ്യുമ്പോൾ ഈ വിലപിച്ചിട്ടൊന്നും എന്തില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് മരിക്കണതിന് മുമ്പ് മരണത്തിന് വേണ്ടി റെഡിയാകുക. ഇപ്പൊ നമ്മളെ ജീവിതത്തിന് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തൗബയാണ്. ഇത് ഞങ്ങളോട് വീണ്ടും പറയാണ്, തൗബ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിനെ കാത്തിക്കൊന്നും വേണ്ട, വെള്ളിയാഴ്ചനെ കാത്തിക്കേണ്ട ആവശ്യമില്ല, അതിന് ഉസ്താദിനും കാത്തിക്കേണ്ട ആവശ്യമില്ല. ഓരോ മനുഷ്യനും എന്നും ചെയ്യാൻ പറ്റിയ സാധനമാണ് എന്ത്? തൗബ. എന്താ ഖേദമുണ്ടാകുക, പ്രശ്നം ചെയ്തു പോയി, അനുസരണക്കേടായിപ്പോയി, ഈ പറഞ്ഞമായിരൊന്നും നടക്കാൻ പറ്റില്ല, ഈ പറഞ്ഞമായിരൊന്നും നടക്കാൻ പറ്റില്ല, ഒരുപാട് കൽപ്പനകൾ ധിക്കരിച്ചു പോയി, പടച്ചവനെ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതത്തിൽ തോൽക്കുക, ഇനി അങ്ങനെ ചെയ്യൂല പടച്ചവനെ എന്നൊക്കെ ഈ മനുഷ്യൻ ആരോട് പറയാ? ഹൃദയംഗമായി പറയാ. അത് മതി ആർക്ക്? അല്ലാഹ്. ആ അടിമന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹ് ഒരു വിഷയവുമില്ല, അല്ലാഹ് ഒരു വിഷയമില്ല ഒരടിമന്റെ തൗബ സ്വീകരിക്കണേ. അല്ലാഹ് ഇഷ്ടമാണ് തൗബ സ്വീകരിക്കുന്നത്. അല്ലാഹ് ഭയങ്കര സന്തോഷമാണ് അടിമ തൗബ ചെയ്യുന്നത്. അവിടെ സാറിന് നമ്മള് ഒരു കാര്യം ഒക്കെ മാപ്പായി പോയാൽ പിന്നെയും വരും, അപ്പൊ പിന്നെ തൗബ ചെയ്യാം, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തൗബയിലായി ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യമാണ് തൗബ ചെയ്യുക. രണ്ടാമത്തെ മാക്സിമം അമലുകൾ ചെയ്ത് കൂട്ടാൻ ശ്രമം നടത്തുക. കിട്ടുന്ന ചാൻസിലൊക്കെ അമൽ ചെയ്യാം, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക, സുന്നത്ത് നമസ്കാരങ്ങൾ. സുന്നത്ത് നമസ്കാരത്തിലൊക്കെ നമ്മൾ വളരെ ബലഹീന അവസ്ഥയിലുള്ളത്. ആ പറഞ്ഞിട്ടുള്ള സുന്നത്ത് മാത്രമേ നമുക്ക് സുന്നത്ത് നിസ്കാരമായിട്ടുണ്ട് ഓർമ്മയുള്ളൂ. ബാക്കി ദുഹായോ തഹജ്ജുദോ അല്ലെങ്കിൽ വെറുതെ ശുക്രിന്റെതോ എന്തെങ്കിലുമൊക്കെ ഒരു സുജൂദ് ചെയ്യുക. നബി തങ്ങൾ സഹാബത്തുൽ തങ്ങളോട് ഒരു സഹാബി സ്വർഗം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സുജൂദ് കൊണ്ട് എന്നെ അധികരിപ്പിക്കുന്നതാണ്. നമ്മളിപ്പോ ആകെ ചെയ്യുന്ന സുജൂദ് എത്രയാണ്? ആ 5 നിസ്കാരത്തിന്റെ ആ സുജൂദ്. പിന്നെ ചില ആൾക്കാർ വിത്രസ്കരിച്ചാൽ അവിടെ ഉണ്ടാവും. ഇല്ലല്ല, നമ്മൾ സുജൂദുകൾ അധികം. അപ്പൊ വെറുതെ നമ്മളോ എപ്പോഴെങ്കിലുമൊക്കെ ചാൻസ് ഇട്ട് ഉള്ളു എടുത്ത് അതിന്റെ വകുപ്പിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചു. എപ്പോഴാണോ ഒക്കെ തോന്നുന്നത് അപ്പൊക്കെ അങ്ങനെ ചെയ്തേക്കുക. ഒരു 2 റക്അത്ത് നിസ്കാരം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു ഖബറിന്റെ അടുക്കൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ സഹാബാക്കളോട് ചോദിച്ചു, ഈ മനുഷ്യന് നിങ്ങളെ കയ്യിലുള്ള മുഴുവൻ ദുനിയാവും, നമ്മളിപ്പോ ഇതിനു വേണ്ടിയാണല്ലോ ഓടുന്നത്, മുഴുവൻ ദുനിയാവും, നമുക്ക് ഇടുന്ന ചെറുതല്ല, കൊണ്ടോട്ടി മലപ്പുറം ജില്ലയല്ല, മുഴുവൻ ദുനിയാവും ഒരാളെ കയ്യിലുണ്ടാവുകയും ഇയാൾക്ക് ഏറ്റവും പ്രിയങ്കരമായത് 2 റക്അത്ത് നിസ്കാരമാണ്. ആർക്ക്? ആ ഖബറിലുള്ള ആൾക്ക്. ഈ ദുനിയാവൊന്നും അയാൾക്ക് വേണ്ട. അയാൾക്ക് 2 റക്അത്ത് നിസ്കാരം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്കും നിങ്ങൾക്കും നിസ്കരിക്കാം, 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ചേരം ഇരുന്ന് അള്ളാഹിനോട് ചെയ്തെന്ന നിയമത്തുകൾ ആലോചിക്കില്ല. അപ്പൊ സങ്കടം വരും നമുക്ക്. കാരണം നമ്മളങ്ങനെ കൊണ്ടെടുക്കല്ലേ ആര്? നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി, നമ്മൾ തിന്നുന്നതും നമ്മളങ്ങനെ കൊണ്ടെടുക്കും. നമുക്ക് സമയമാകുമ്പോൾ തിന്നാൻ തരുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവനോട് എതിര് ചെയ്യണം. അപ്പൊ അത് കരയാ, കുറച്ചേരം കണ്ണീരൊലിപ്പിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക, കുറച്ചേരം പൂർത്തി തരണേ. ഏത് മനുഷ്യനും അത് ഞാൻ തിന്മ ചെയ്തവനാണ്, ഞാനൊന്നും നന്നാക്കിയാൽ ശരിയാവൂല, അങ്ങനെ ആരും ചിന്തിക്കണ്ട. അങ്ങനെ ആരും ചിന്തിക്കാനേ പാടില്ല. അള്ളാഹിനെ പറ്റി നിരാശ ആർക്കുണ്ടാവുള്ളൂ? കാഫിരിങ്ങൾക്കാണ് നിരാശ ഉണ്ടാകുക. അതുകൊണ്ട് നിരാശ ഉണ്ടാകാൻ പ്രതീക്ഷ ഉണ്ടാവും. അള്ളാഹ് ഭയങ്കര ഗഫൂർ റഹീമാണ്. അള്ളാഹ് പൂർത്തിരാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ ഞാൻ എന്താ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചു ആരോട്? ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ദാസനോട് അപ്പം പറഞ്ഞു കൊടുത്തതാണിത്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. പടച്ചവനെ നീ അഫ്വാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ എനിക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമായി. അതുകൊണ്ട് നമുക്ക് പൂർത്തി തരണേ. അതുകൊണ്ട് ഇത് നമ്മൾ റമദാൻ കാണാൻ മാത്രം കാത്തിക്കണ്ട. നമ്മളേതെങ്കിലും സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഡെയിലി തൗബ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക. എന്നാലും ആ മനുഷ്യന് നന്നാവാൻ അവസരം തരുമല്ലോ. നമ്മളിന്ന് സത്യത്തിൽ ദുആ ചെയ്യാനോ തൗബ ചെയ്യാനോ ഒന്നും ഇരിക്കില്ല. നമ്മളങ്ങനെ ഹവയിൽ പോവാണ്. നിസ്കാരം ഒരു യാന്ത്രികമായി എന്ത് ചെയ്യുന്നുണ്ട്? നടന്നു പോവാണ് നിസ്കാരം. അതൊരു വാങ്ങെടുത്തുമ്പോൾ നിസ്കരിച്ചില്ല നമുക്കൊരു ഇടങ്ങാറാണ്. അവിടെ നമ്മൾ വേഗം കയറും, കയ്യൊക്കെ വിട്ടു നിസ്കരിച്ചു പായും. നിസ്കാരത്തിൽ ഓർമ്മ ഉണ്ടാവില്ല, നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് നേരമില്ല. അങ്ങനെ ജീവിക്കാം. ശൈത്താൻ നമ്മളെ സമാധാനിപ്പിക്കുകയും ചെയ്യും, നിസ്കരിക്കില്ലേ എന്ന്. അതുകൊണ്ട് ഒന്നൊഴിഞ്ഞിരിക്കും, സമയം കണ്ടെത്തി. അദ്ദേഹം വെറുതെ പറയില്ല, സമയം കണ്ടെത്തി ഒരു കുറഞ്ഞ നേരെങ്കിലും ഇരിക്കും ദിവസവും.
അത് നിങ്ങൾ ബെഡിലിരുന്നാലും മതി. ലാസ്റ്റ് പോയി കിടക്കാൻ പോണ സ്ഥലല്ലേ, കുറച്ചു നേരം അടിയിരുന്ന് ഒന്ന് ആലോചിച്ച് എന്തപ്പന്റെ ഇന്ന് രാവിലെ നീ ഓടിയതല്ലേ, എന്താ എന്റെ അവസ്ഥ, ഇന്ന് രാത്രിയാകും എന്തായിരിക്കും എന്റെ അവസ്ഥ. നിബിധങ്ങൾ സാധനങ്ങൾ രാത്രി കിടക്കാൻ സമയത്ത് പറഞ്ഞെന്ന ദുആ, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. എത്ര അർത്ഥമുള്ള ദുആ നിങ്ങൾ ഇന്ന് ചൊല്ലലുണ്ടെങ്കിൽ ചൊല്ലി നോക്കേണ്ടി, നമ്മുടെ കണ്ണ് നിറയും, സത്യത്തിൽ നമുക്ക് ബോധം വരും. ബിസ്മിക റബ്ബി വദഅതു ജംബി, എന്റെ റബ്ബിന്റെ നാമത്തിൽ ഞാൻ എന്താ കെടുക്കുകയാണ്. ഇനി ഞാൻ എഴുന്നേക്കുന്നത് എന്റെ റബ്ബിന്റെ നാമത്തിൽ തന്നെയാണ്. പരസ്പരം എന്റെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ എന്നോട് കരുണ ചെയ്യണം. ഓ, ആ വാക്ക് നിങ്ങൾ ആലോചിച്ചു. ഉറങ്ങാൻ പോവാണ്, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇന്നംസക്തനഫ്സി ഫർഹം, എന്റെ ഈ റൂഹിനെ നീ പിടിക്കുകയാണെങ്കിൽ അതിനോട് കരുണ ചെയ്യണേ പടച്ചവനെ. നീ എന്നെ ഈ രാവിലെ വിട്ടുതരികയാണെങ്കിൽ നിന്റെ സാലിഹീങ്ങളെ സൂക്ഷിച്ച പോലെ എന്നെ നീ സൂക്ഷിക്കണേ പടച്ചവനെ. തിന്മേന്നേ നടത്തും, നാളെ രാവിലെ തിന്മയുള്ള അവസരം തരരുതേ. ഇത് പറഞ്ഞിട്ടാ കിടക്കാൻ പറഞ്ഞത് നിർദ്ദംഗസാധനങ്ങൾ, പറഞ്ഞതല്ല നിർദ്ദംഗസാധനങ്ങൾ, അത് പറഞ്ഞിട്ടാ കിടന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കൊന്ന് ആലോചിക്കില്ല, ഓടും, ഗഫ്ലത്തുണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാഹൂലാണ് ജീവിക്കുന്നത്. പക്ഷേ ഗഫ്ലത്തുനിന്ന് ഉണരാതെ പോയാൽ പിന്നെ ആ സമയം വന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ഗഫ്ലത്തുകളിൽ നിന്ന് ഉണരാനുള്ള പണി നമ്മൾ എടുക്കണം. പരസ്പരം ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം, ബാക്കിയുള്ളവർ ഉണർത്തിക്കൊണ്ടിരിക്കണം. ഭാര്യനോടും മക്കളോടൊക്കെ പറയണം, എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവാനാണ്, ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവാനാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ആലോചിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആഖിറത്തിന്റെ ഉപദേശങ്ങളിൽപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ്. പറ്റെങ്കിൽ ഈ ഭാഗങ്ങൾ കാണാതെ പഠിച്ച് നമസ്കാരത്തിലൊക്കെ ഓതൽ തുടങ്ങിയാൽ നമുക്ക് ഇതിന്റെ ഒരു ബോധം ഉണ്ടാവും. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിനെ നന്നാക്കാൻ തോൽപ്പിക്കുകയുമാറാവട്ടെ. മരണത്തിനു വേണ്ടി മുന്നൊരുക്കം നടക്കുന്ന ബുദ്ധിമാന്മാരിൽ പടച്ചവൻ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഴുവൻ തിന്മകളും പൊറുക്കപ്പെട്ട് സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ പടച്ചവൻ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെ എല്ലാവരും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.